ഒരുപക്ഷെ 77-ന് ശേഷം UDF-ന് വിജയിക്കാനാവാത്തൊരു മണ്ഡലം. അതിനപ്പുറത്തൊരു വശത്തേക്ക് കഴിഞ്ഞൊരു 5 വർഷക്കാലമായിട്ട് മന്ത്രിയായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വം അപ്പുറത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. ഇതിനൊക്കെ മറികടന്ന് റിസൾട്ട് വരുമ്പോൾ ബേപ്പൂരിൻ്റെ സുൽത്താനായിട്ട് മാറുമോ? ഞാൻ ഈ സുൽത്താനിസത്തിനെതിരാണ്. ഓക്കെ. സുൽത്താനിസമാണ് യഥാർത്ഥത്തിൽ പിണറായിസം. ജനാധിപത്യത്തിൽ നേതാക്കൾക്കല്ല ജനങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. പിണറായിസത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയാണ് ഞാൻ നിൽക്കുന്നത്, നിലകൊള്ളുന്നതും പോരാടുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ രണ്ട് വാക്കുകളിൽ ഒതുങ്ങാൻ പ്രധാനമായിട്ട് കാരണം? ഒരു ഭരണവിരുദ്ധ വികാരത്തിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ പിണറായിസം കൊണ്ടാണ്. ആ പാർട്ടിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ മതേതര സ്വഭാവം അദ്ദേഹം തകർത്തു കളഞ്ഞു. ഒരു ഏകപക്ഷീയമായിട്ട് ന്യൂനപക്ഷ കമ്മ്യൂണിറ്റീസിനെ വേണ്ട എന്ന നിലപാട് പല ഘട്ടത്തിലും അദ്ദേഹം തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള നിലപാടെടുക്കുകയും ചെയ്തു. മുഹമ്മദ് റിയാസിന് മാത്രം എങ്ങനെയാണ് ഈ മന്ത്രിസഭയിൽ 10-21 മന്ത്രിമാരുടെ സഭയിൽ ഒരു പ്രത്യേക പവർ കിട്ടുന്നത്? ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരാഴ്ച കഴിഞ്ഞാൽ എന്ന് പറയുന്നത് പിണറായിസും ജനങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ആ ഏറ്റുമുട്ടൽ എത്ര സീറ്റ് വരെ UDF നേടുന്നതാണ് കരുതുന്നത്? ഐ ഫീൽ മോർ ദാൻ 110. ഒരു തർക്കവും കരുതണ്ട. അയ്യപ്പൻ്റെ സ്വർണം കട്ടത് ചില്ലറ കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? BJP ഈ അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല. പിണറായിയെ സഹായിക്കുന്ന നിലപാടാണ് സ്റ്റേറ്റ് ലീഡർഷിപ്പ് എടുത്തത് എന്ന് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്, BJPയോട് താല്പര്യവും അനുകമ്പയും ഇടയ്ക്ക് വോട്ടും ചെയ്യാറുള്ള വിശ്വാസി സമൂഹം മനസ്സിലാക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആരെ മുഖ്യമന്ത്രിയാവണമെന്നാണ് മനസ്സുകൊണ്ട് ആഗ്രഹം? അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. ഇല്ല. പിണറായിയെ ഇറക്കുക ഈ ഭരണാവസ്ഥയാണ്. അത്ര ഇപ്പം എൻ്റെ എന്താ പറയുക ടാർഗറ്റിലുള്ളൂ. ബേപ്പൂരിലെ PV അൻവറിന് അപരന്മാർ 4 ഇപ്പം അല്ലേ? ഇത്രത്തോളം അപരന്മാർ വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് പിന്നിൽ കാരണം തോന്നുന്നത്? എന്തുകൊണ്ടാണ് ആ ചോദ്യം ശരിക്കും നിങ്ങൾ മുഹമ്മദ് റിയാസിനോട് ചോദിക്കേണ്ട ചോദ്യം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഒരിക്കൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കളമൊരുങ്ങുമ്പോൾ മീനമാസവെയിലിനേക്കാൾ ചൂടുണ്ട് ബേപ്പൂരിൻ്റെ മത്സര രംഗത്തിന്. പോയ വർഷങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വെളിയിലില്ലാത്ത ഇടത് കോട്ടയായി മാറുന്നുണ്ടെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം ബേപ്പൂരിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ പേര് PV അൻവർ എന്നാണ്. ഓപ്പൺ മൈക്ക് വിത്ത് റോഹനിലൂടെ കൂടിയുള്ളത് അൻവർക്കയാണ്, അമ്പുക്കയാണ്. നമസ്കാരം. നിലമ്പൂരിലെ ഗർജിക്കുന്ന സിംഹം എന്നുള്ള ഭയങ്കര സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിൻ്റെ വിളിയിൽ നിന്ന് ബേപ്പൂരിലെ അമ്പുക്ക വിളികൾ ഭയങ്കരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ 77-ന് ശേഷം UDF-ന് വിജയിക്കാനാവാത്തൊരു മണ്ഡലം. അതിനപ്പുറത്തൊരു വശത്തേക്ക് കഴിഞ്ഞൊരു 5 വർഷക്കാലമായിട്ട് മന്ത്രിയായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വം അപ്പുറത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. ഇതിനൊക്കെ മറികടന്ന് റിസൾട്ട് വരുമ്പോൾ ബേപ്പൂരിൻ്റെ സുൽത്താനായിട്ട് മാറുമോ എന്ന് ചോദിച്ചു തുടങ്ങട്ടെ ആദ്യമേ. ഞാൻ ഈ സുൽത്താനിസത്തിനെതിരാണ്. ഓക്കെ. സുൽത്താനിസമാണ് യഥാർത്ഥത്തിൽ പിണറായിസം. ജനാധിപത്യത്തിൽ നേതാക്കൾക്കല്ല ജനങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ജനങ്ങളുടെ പ്രാധാന്യം മാറി ഞാനാണ് രാജാവ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, ഞാൻ എന്ത് വൃത്തികേടും ചെയ്താൽ അതിനെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ, അത് വൃത്തികേടായി കാണാൻ കഴിയില്ല എന്ന് പറയുന്ന ആ ഏകാധിപത്യം, ആ ധാർഷ്ട്യം, അത് നാടിന് ഗുണകരമല്ലാത്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഒരു ഘട്ടം വരുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ജനങ്ങളോട് എനിക്ക് പറയേണ്ടി വന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ സുൽത്താനിസത്തിന് ഞാൻ എതിരാണ്. ഓക്കെ. ഒരു LDF-ൻ്റെ ഭാഗമായിരുന്ന ഒരാൾ, നിലമ്പൂരിൻ്റെ MLA ആയി തുടർന്നിരുന്ന ഒരാൾ, ഒരു ഘട്ടം വന്ന സമയത്താണ് എനിക്ക് തുറന്നു പറയേണ്ടി വന്നു എന്ന് പറയുന്നു. ശരിക്കും കുറേ നാൾ ഉള്ളിലൊതുക്കിയ അല്ലെങ്കിൽ ഒരു സമയത്ത് ഇതെല്ലാം റിവീൽ ചെയ്യണം എന്നൊരു ചിന്ത വരുന്നത് കുറേ മുമ്പേ തുടങ്ങി വെച്ചൊരു കാര്യമായിരുന്നു. ശരിക്കും ഈ ഒരു ഏകാധിപത്യത്തിനെതിരെ സംസാരിക്കണമെന്നുണ്ടായിരുന്നത് അതായിരുന്നില്ല. ആദ്യം ഞാൻ ഈ ഫൈറ്റ് ആരംഭിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഫൈറ്റ് ആരംഭിച്ചത്. ഓക്കെ. ഉദ്യോഗസ്ഥ തലങ്ങളിൽ IPS-ഉം IAS-ലുമാണ് വലിയ മോശമായ രീതിയിലുള്ള ഇടപെടലുകളും അവരുടെ സംവിധാനത്തിലെ തകർച്ചയും പോലീസിലെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് കച്ചവടം, എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കള്ളക്കടത്തും, ന്യായത്തിന് വേണ്ടി കേസ് കൊടുക്കുന്ന സഹോദരിമാർക്ക് പോലും അതിൻ്റെ നീതി ലഭിക്കാത്ത പോലീസിൻ്റെ ചില നടപടികളും, പരാതിക്കാർ പ്രതിയാകുന്ന ഒരവസ്ഥയിലേക്ക് പോലീസ് ഒരു പൂർണ്ണമായിട്ടൊരു സ്വച്ഛാധിപത്യ ലൈനിലേക്ക് പോയി. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയല്ല, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു ഒറ്റ നിയന്ത്രണത്തിലാണ് ഈ കാര്യം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 10-29 വകുപ്പുണ്ട്. അതിലൊരു വകുപ്പ് മാത്രമായിരുന്നു ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ചയായിട്ടാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പാർട്ടിക്കുള്ളിലും പുറത്തൊക്കെ നടത്തി. മുഖ്യമന്ത്രിയോട് പലതവണ പറഞ്ഞു. അപ്പോഴൊക്കെ നമുക്ക് ശരിയാക്കാം, നോക്കാം
ശരിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ് ഈസ് ആൾസോ ഇൻവോൾവ്. പുള്ളിയുടെ ഒരു മൗനസമ്മതം ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാവണം. അപ്പോഴാണ് എനിക്ക് പബ്ലിക്കിൽ പറയേണ്ടി വന്നത്. ഒരു അനീതിക്കെതിരെ അല്ലെങ്കിൽ ന്യായത്തിനെതിരെ പോരാടുമ്പോൾ അതിന് ശബ്ദം ഉയർത്തുമ്പോൾ ഏത് ഘട്ടത്തിലാണ് ഒറ്റപ്പെട്ടു പോയത്? ഒറ്റപ്പെട്ടിട്ടില്ല ഞാൻ. ഇല്ല. ഞാൻ ഒരു ഘട്ടത്തിൽ ഒറ്റപ്പെട്ടിട്ടില്ല. ഞാനിപ്പോഴും ഈ പറയുന്ന ജനങ്ങളുടെ ഇടയിലാണ്. ഞാൻ പൊതുസമൂഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരാളാണ്. ഓക്കെ. ആ വിശ്വാസം ഇപ്പോഴും നന്നായിട്ടുണ്ട്. ആ വിശ്വാസമാണ് ഇപ്പോൾ ബേപ്പൂരിൽ കാണുന്നത്. ഓക്കെ. നിലമ്പൂരിൽ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ചല്ലോ. അതെ. അത് എന്താ റിസൾട്ട്? എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. 139 MLA മണ്ഡലത്തിലുണ്ട്. 10 രാജ്യസഭ ലോക്സഭ MP-മാരുമായിട്ട് 10-30 MP-മാർ, മുഖ്യമന്ത്രിയും ഈ പറയുന്ന മുഴുവൻ മന്ത്രിമാർ, സംസ്ഥാനത്തെ എല്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഒരു പഞ്ചായത്ത് 2 മന്ത്രിക്കായിരുന്നു ചാർജ്. അതേപോലെ ഒരു വാർഡിൽ ഈ പറയുന്ന പോലെ അര MLA-യും 1 MLA-യും വെച്ച് 10 വീട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് വേർതിരിച്ച് കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് ഇലക്ഷൻ നടന്നത്. ഞാൻ നോമിനേഷൻ കൊടുത്ത് ഒരു റോഡ് ഷോ നടത്തി ഞാൻ വീട്ടിൽ പോയിരുന്നതാണ്. അപ്പോഴും 20,000 ആളുകൾ എനിക്ക് വോട്ട് ചെയ്തു. അപ്പോൾ അതിലൊരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അതെ. എവിടെ നിന്നാണ് ഈ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സ്പാർക്ക് വരുന്നത്? കാരണം ഏത് വിധേനയും മരുമോനിസത്തിനെതിരെ അല്ലെങ്കിൽ മന്ത്രി റിയാസിനെതിരെ ഞാനിവിടെ വിജയിച്ചിരിക്കും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം. കാരണം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 77 ശേഷം ഇവിടെ UDF വിജയിക്കാനായിട്ടില്ല. എങ്കിലും ആ ഒരു ആത്മവിശ്വാസം വരുന്നത് ഏതിൽ നിന്നാണ്, എന്തുകൊണ്ടാണ്? അത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ നന്മയാണ് എൻ്റെ ആ കോൺഫിഡൻസ്. ആ ജനം കേരളത്തിലെല്ലായിടത്തും ഉണ്ട്. അത് നന്നായിട്ട് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ബേപ്പൂർ. ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതാണ് ഒരു സോഷ്യൽ വർക്കറുടെ റെസ്പോൺസിബിലിറ്റി. അത് ഈ 2-3 മാസത്തിനിടയ്ക്ക് എനിക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് വാട്ട് ഇൻ ബേപ്പൂർ എന്നുള്ളത്. അപ്പോഴാണ് ആളുകൾ അലർട്ടാവുന്നത്. ഇവിടെ ആളുകളെ അലർട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ ആശുപത്രി ഇങ്ങനെ കിടക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് സർക്കാർ ആശുപത്രി തന്നെ എങ്ങനെയാണ്, സ്കൂളിൽ പോകുമ്പോൾ അവസ്ഥ കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇത്രയേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു പരിമിതി ഉണ്ട് എന്നുള്ളൊരു ചിന്ത. ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറം ഉള്ള ഞങ്ങൾക്കുള്ള അവകാശങ്ങളുണ്ടെന്നും ഞങ്ങൾക്കുള്ള സൗകര്യങ്ങളുണ്ടെന്നും അവർ മനസ്സിലാക്കിയിരുന്നില്ല. മനസ്സിലാക്കാനുള്ള സഹായം ഇടപെടൽ നടത്തിയിരുന്നില്ല ആരും. രണ്ടാമത്തെ കാര്യം, പിന്നെ ഇതിനൊക്കെ ഒരു മാസ്മരികമായിട്ട് മുഹമ്മദ് റിയാസ് വന്നതിന് ശേഷം കുറേ പാട്ടും ഡാൻസും അങ്ങനെയുണ്ടല്ലോ, ഫെസ്റ്റുകളും പൂരംകളിയും വെള്ളക്കളിയും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ ആളുകളുടെ മൈൻഡ് സെറ്റ് വേറെ വഴിയിലേക്ക് തിരിച്ചു കളർഫുള്ളായിപ്പോയി. അപ്പം ജീവിതത്തിൻ്റെ യഥാർത്ഥ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മനുഷ്യരുടെ പട്ടിണിയും പ്രയാസവും വിദ്യാഭ്യാസവും സ്കൂളും കോളേജും ഹെൽത്തും ഒന്നും അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിപ്പോൾ നമ്മൾ കാണുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. എനിക്കത് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് വാക്കുകൾ കൊണ്ട് തന്നെ പറയുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഒരു റിയൽ ലൈഫല്ല, റിയൽ ലൈഫാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം എവിടേക്കോ ഇത് ഒരു കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയായിട്ടാണോ പറഞ്ഞു? എല്ലായിടത്തും കണ്ണിൽ പൊടിയിടലാണ്. ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗൈനക്കോളജി ഇല്ലാത്ത ഏക ഹോസ്പിറ്റൽ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ. അപ്പോൾ ഒരു നാട്ടിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇടത്തരം കുടുംബങ്ങൾ, അതൊരു രോഗമല്ലല്ലോ, ഒരു സുഖപ്രസവം, അതിനൊരു ഡോക്ടറുടെ ഒരു സപ്പോർട്ട്, ഇത്രയല്ലേ ഇതിന് ആവശ്യമുള്ളൂ. അതുപോലും അവിടെ ചെയ്തിട്ടില്ല. ഈ പാവപ്പെട്ടവരൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലോൺ എടുത്തും കടം വാങ്ങിയും പോവാണ്. ഡയാലിസിസ് 61 മെഷീനുണ്ട് നിലമ്പൂരിൽ. ഇവിടെ ആകെ 3 മെഷീനാണുള്ളത്. നിലമ്പൂരിനേക്കാളും രോഗികളുണ്ട്. അതിൻ്റെ സർവേ നടത്തിയത് എനിക്കറിയില്ല. ഞാൻ സർവേ നടത്തിയിട്ട് ഏകദേശം 1013ഓളം കിഡ്നി പേഷ്യൻസ് ഉണ്ട് മണ്ഡലത്തിൽ. അപ്പം നിലമ്പൂരിൽ 61 ഡയാലിസിസ് മെഷീൻ പാവപ്പെട്ടവർക്ക് സർക്കാരിൻ്റെ 2 ആശുപത്രികളിലായിട്ടുണ്ടാകുമ്പോൾ ബേപ്പൂരിലാകെ 3 മെഷീനാണുള്ളത്. അപ്പോൾ അതിൻ്റെ അവസ്ഥ നമുക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ. 3 ഹെൽത്ത് സബ് സെൻ്ററുകൾ പൂട്ടിക്കിടക്കുകയാണ്. ഒന്ന് മാറാട്, രണ്ടാമത്തേത് നല്ലടത്ത്, മൂന്നാമത്തേത് കടലുണ്ടിയിൽ. പൂട്ടിപ്പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിൻ്റെ പഴക്കം വരുമ്പോൾ ഇതിൻ്റെ ഫിറ്റ്നസ് കൊടുക്കാൻ കഴിയില്ല PWD റിപ്പോർട്ടാണ്. അപ്പോൾ പൊളിച്ച് പണിത് പുതിയത് ചെയ്യണമെന്നാണ്. അത് പൂട്ടിക്കഴിഞ്ഞാൽ ഉടനെ സാധാരണ എന്താ ചെയ്യുക, ആ സംവിധാനത്തെ അടുത്തൊരു വാടക കെട്ടിടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ ഷിഫ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഈ പണി തീർത്തിട്ട് വീണ്ടും തിരിച്ചങ്ങോട്ട് കൊണ്ടുവരും. നമ്മളിപ്പോൾ ഒരു വീട് പുതുക്കി പണിയുമ്പോൾ എന്താ ചെയ്യുക, ഒരു വാടക വീട്ടിലേക്ക് മാറിയിട്ട് വീടെടുക്കുന്നതാണല്ലോ. അപ്പോൾ തിരിച്ചങ്ങോട്ട് വരുമല്ലോ. ഇവിടെ എന്താ ചെയ്തത്, വീട്ടുകാരെ വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും ഒക്കെ വേറെ സ്ഥലത്തേക്ക് വിട്ടു. ആ സംഗതിയെ ക്ലോസ് ചെയ്തു. അപ്പോൾ അത് എത്രത്തോളം സീരിയസ് ആണ്. അപ്പോൾ അതിന് പറയുന്ന സർക്കാരിൻ്റെ അടുത്ത് പണം ഇല്ലാത്തതുകൊണ്ട് കെട്ടിടം ഉണ്ടാക്കാത്തതെന്ന്. അപ്പോൾ പണമില്ലാത്തത് കൊണ്ട് ഈ ഹെൽത്ത് സെൻ്ററുകൾ പൂട്ടിപ്പോവുകയും ഇപ്പം നമ്മുടെ അംഗനവാടികളടക്കം വാടക കെട്ടിടത്തിൽ തുടരുകയും ചെയ്യുന്നൊരു മണ്ഡലത്തിൽ 4.5 ലക്ഷം രൂപയാണ് അദ്ദേഹം നമ്മുടെ PWD റെസ്റ്റ് ഹൗസ്
എക്സിസ്റ്റിംഗ് റെസ്റ്റ് ഹൗസാണ്. അത് റിനോവേറ്റ് ചെയ്ത് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 4500 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം 4.5 കോടി റുപ്യ അദ്ദേഹം ചിലവാക്കി. ഇപ്പം നമ്മൾ 5 സ്റ്റാറിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ എക്സ്പെൻസ് കണക്ക് കൂട്ടി നോക്കിയാൽ ഇൻ്റർനെറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 3500 to 5000 റുപ്പീസാണ് ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ചെയ്യുന്ന ഹോട്ടൽസിൻ്റെ ഇൻറ്റീരിയർ കോസ്റ്റ്. അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ. അപ്പം അതിന് പണമുണ്ട്. VIP മുറിക്ക് വേണ്ടിയിട്ട് 50 ലക്ഷം റുപ്യ ചിലവാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ ഈ പറയുന്ന എന്താ പറയുക, മുതലാളിത്തത്തിലേക്കുള്ള മറിച്ചിൽ എന്ന് പറയുന്നത്, സാധാരണക്കാരായ മനുഷ്യർ ഇവിടെ ആശുപത്രിക്ക് കെട്ടിടം പണിയാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ചികിത്സ നിഷേധിക്കപ്പെടുമ്പോൾ, താലൂക്ക് ആശുപത്രിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിഷേധിക്കപ്പെടുമ്പോൾ, വളരെ ലാഘവത്തോട് കൂടിയിട്ട് ഈ 4.5 കോടി രൂപ ചിലവഴിച്ചിട്ട് പുള്ളി തന്നെ ഈ തെരഞ്ഞെടുപ്പിലൊരു പത്രം അടിച്ചിട്ടുണ്ട്, സപ്ലിമെൻ്റ് 2 എല്ലാ വീടുകളിലും അവരുടെ അതിൽ അദ്ദേഹം തന്നെ പറയാണ്, അഭിമാനകരമായ നേട്ടമായിട്ട് പറയുന്നത് ആ ഫറൂഖ് PWD റെസ്റ്റ് ഹൗസിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം. അപ്പോൾ ആ മാനസികാവസ്ഥക്ക് നമ്മൾ എന്ത് പേരിട്ട് നമ്മൾ വിളിക്കുക? ഒരു പൊതുപ്രവർത്തകൻ്റെ അടുത്ത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റുകാരെന്നില്ല, ആരുടെ അടുത്തും ഉണ്ടാകാൻ പാടില്ല, ഒരു പൊതുപ്രവർത്തകൻ്റെ അടുത്തും ഉണ്ടാകാൻ പാടില്ല. അപ്പം നാഴികക്ക് 40 വട്ടം ഈ കമ്മ്യൂണിസവും തൊഴിലാളിസവും ഒക്കെ പറയുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ മാനസികാവസ്ഥ എവിടെ എത്തി എന്നതിൻ്റെ തെളിവാണത്. ശരിക്കും ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോഴാണെങ്കിൽ പോലും നമ്മൾ സാധാരണയിൽ ഭരണവിരുദ്ധ വികാരം വല്ലാതെ ജനങ്ങളിലുണ്ട് എന്നുള്ളത് വാക്ക് ഉപയോഗിക്കും. ഒരു പക്ഷേ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിക്കെതിരെ സംസാരിക്കാനെങ്കിൽ അപ്പുറത്തേക്കായിട്ട് പിണറായിസത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയാണ് ഞാൻ നിൽക്കുന്നത്, നിലകൊള്ളുന്നതും പോരാടുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ 2 വാക്കുകളിൽ ഒതുങ്ങാൻ പ്രധാനമായിട്ട് കാരണം? ഒരു ഭരണവിരുദ്ധ വികാരത്തിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ഈ 2 വാക്കുകൾ ഊന്നി നിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണോ പോരാട്ടത്തിന് കുറച്ചുകൂടി ഫ്യൂവൽ ആവുന്നത്, അതോ ഈ 2 നാമമാണ് മൊത്തം പാർട്ടിയെ നയിക്കുന്നത് എന്നുള്ളൊരു ധ്വനി കൂടി ഉണ്ടോ അതിൽ? അല്ല, ഇവിടെ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പിണറായിസം കൊണ്ടാണ്. എന്താണ് പിണറായിസം? ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു വ്യക്തി, ഈ 3.5 കോടി ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു വ്യക്തി, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തി, 21 നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും വോട്ട് ചെയ്തൊരു വ്യക്തി, ഇവിടുത്തെ തൊഴിലാളികളും പാവപ്പെട്ടവരും ആ സമയത്ത് കഷ്ടത അനുഭവിച്ചവരും ദുരന്തത്തിൽ കുടുങ്ങിയവരും കൊറോണ ഇതിൽ വർക്ക് ചെയ്തവരുമായിട്ട് സോഷ്യൽ സംഘടനകളും എല്ലാവരും അന്ന് 21 എനിക്കടക്കം വോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് പിണറായി 2ാമത് വരുന്നത്. ആ വ്യക്തി ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് മാറുകയാണ്. അദ്ദേഹത്തിന് തൊഴിലാളികളെ കണ്ടുകൂടാ, തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായിട്ടൊരു ബന്ധമില്ല, തൊഴിലാളികളുടെ അവകാശങ്ങൾ വെച്ചു കൊടുക്കില്ല. ഞാനിങ്ങനെ പറയും, വെറുതെ പറഞ്ഞാൽ പോരല്ലോ. ഉദാഹരണമായിട്ട് പറയാം, ഇവിടെ ആശാ വർക്കർമാർ 26,000 ആശാ വർക്കർ സഹോദരിമാരാണ് നമ്മുടെ നാട്ടിൽ ആകെ ഉള്ളത്. ഇവരുടെ സാലറി 7,200 രൂപയാണ്. 232 രൂപയാണ് ഒരു ദിവസം ഈ പാവങ്ങൾക്ക് കിട്ടുന്നത്. 232 രൂപ കൊണ്ട് ഒരു കുടുംബം കഴിയുമോ? ഇവിടെ സമൂഹത്തിലെ ഇപ്പോൾ കോവിഡ് കാലത്തടക്കം ജീവൻ പണയം വെച്ച് പലരും വന്ന് മരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ആശാ വർക്കേഴ്സ് കോവിഡ് പിടിച്ചിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ഈ സർവീസിൻ്റെ ഭാഗമായിട്ട് ഈ സംസ്ഥാനത്തെ നിലനിർത്തിയ സ്ത്രീകളാണ്, അവർ സഹോദരിമാരാണ്. അവർക്ക് ഈ 232 ഒരു 100 രൂപ കൂട്ടിക്കൊടുത്തൊരു 300 ചില്ലാൻ രൂപയാക്കാൻ വേണ്ടിയിട്ട് അവർ 8.5 മാസം അവിടെ സമരം കിടക്കേണ്ടി വന്നു. തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ എല്ലാ മേഖലകളിലും അടിസ്ഥാന മനുഷ്യരെ കൈവിട്ട, പിന്നെ നേരെ അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്നാണ് വാസവനൊക്കെ പറയുന്നത്. അപ്പോൾ വല്ലാത്തൊരു വലതുപക്ഷ ചായ്വ്. നമ്മുടെ ഏത് ആശയങ്ങളായാലും ആദർശങ്ങളായാലും കാലഘട്ടം മാറുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. പക്ഷേ ഒരു ഇമ്മീഡിയറ്റ് റൈറ്റ് ടേൺ എങ്ങനെ എടുക്കുക? നേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മുതലാളിത്ത അദാനി പാർട്ടിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായി. ഇതാണ് ഒന്ന് പിണറായിയുടെ എന്താ പറയുക ഈ മാറ്റത്തിൻ്റെ ഒരു കാരണം, ഞാൻ ചോദ്യം ചെയ്തൊരു കാരണം. പിന്നെ ഉദ്യോഗസ്ഥ മേധാവിത്വം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ രാജ്യമാണ്. ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ആ സമൂഹത്തിൽ അതിൻ്റേതായിട്ടുള്ള വലിയ റോളുണ്ട്, പ്രസിഡൻറ്റിനുണ്ട്. അതിൻ്റെ മേലേക്ക് വന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും പ്രസിഡന്റുമാർക്കുണ്ട്, MLA മാർക്ക്, മന്ത്രിമാർക്ക്. എങ്ങനെ പോവാണിത്? ഇതൊരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യാണ്. ഇവരാണ് ജനങ്ങളുടെ കാര്യങ്ങൾ സർക്കാരിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പിണറായി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥ മേധാവിത്വ സംഘത്തെ മുഴുവൻ അവർക്ക് അപ്പർ ഹാൻഡ് കൊടുത്തു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോയിട്ട് അവിടുത്തെ ഒരു വില്ലേജ് ഓഫീസറെ വിളിച്ചാൽ വില്ലേജ് ഓഫീസർ പ്രസിഡന്റിനോട് വിളിക്കുക, ആ ജോലിയൊക്കെ എനിക്കറിയാം, താൻ എന്നെ വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. കലക്ടറുടെ അടുത്തേക്ക് MLA വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ചീഫ് സെക്രട്ടറിനെ മന്ത്രിമാർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. മന്ത്രിമാരനെ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നിലവിലുള്ള മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെ മാത്രം നിർത്തിക്കൊണ്ട് ഒരു സ്റ്റേറ്റിനെ ഭരിക്കാനുള്ളൊരു ഏകാധിപതിയുടെ സ്വഭാവത്തിലേക്ക് അദ്ദേഹം മാറി.
ജനങ്ങളും ജനപ്രതിനിധികളും പാർട്ടിയും ഒരു റെപ്രസെൻറ്റേഷനിൽ ഒരു സേയുമില്ല. ഓക്കെ. അതിൻ്റെ ബാക്കി പത്രം. പിന്നെ ആ പാർട്ടിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ മതേതര സ്വഭാവം അദ്ദേഹം തകർത്തു കളഞ്ഞു. ഒരു ഏകപക്ഷീയമായിട്ട് ന്യൂനപക്ഷ കമ്മ്യൂണിറ്റീസിനെ വേണ്ട എന്ന നിലപാട് പല ഘട്ടത്തിലും അദ്ദേഹം തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള നിലപാടെടുക്കുകയും ചെയ്തു. അതൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല, ഇതൊരു ഏകാധിപതിക്ക് ചേർന്നതാണ്. അതിനെയാണ് ഞാൻ പിണറായിസം എന്ന് വിളിക്കുന്നത്. അതാണ് നിങ്ങൾ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം. അതാണ് ഞാൻ ഈ പറയുന്ന പിണറായിസം. രണ്ടാമത് മരുമോനിസം. ഇത് വലിയ ചർച്ചയാണ്. ഞാൻ മരുമോൻ എന്ന് വിളിച്ചു. മുഹമ്മദ് റിയാസ് പഴയ SFI ആയിരുന്നില്ലേ, പഴയ DYFI ആയിരുന്നില്ലേ, പാർട്ടി വഴിയല്ലേ വന്നത് എന്നൊക്കെ ചോദിക്കണം. ഞാൻ ഐ അഗ്രി വിത്ത് ദാറ്റ്, എന്നൊരു ഡൗട്ടില്ല. മുഹമ്മദ് റിയാസിന് മാത്രം എങ്ങനെയാണ് ഈ മന്ത്രിസഭയിൽ 10-21 മന്ത്രിമാരുടെ സഭയിൽ ഒരു പ്രത്യേക പവർ കിട്ടുന്നത്? ഇവിടെ ആശുപത്രികൾക്ക് മരുന്നില്ലാതെ കേരളത്തിലാകെ ആശുപത്രികൾക്ക് സപ്ലൈ ചെയ്ത കമ്പനികൾ സാധനങ്ങൾ കൊടുക്കാതെ കൊടുത്ത സാധനങ്ങൾ എടുത്തു പോവുകയും ചെയ്യുന്ന വാർത്തകൾ ഇവിടെ വന്ന അത്രയും സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ടൂറിസത്തിൻ്റെ പേരിൽ കൊള്ള നടന്നത്. ബേപ്പൂർ ഫെസ്റ്റ് തന്നെ 24 കോടി രൂപയാണ് 4 വർഷത്തിന് ചിലവഴിച്ചത്. ഞാനും 8-8 വർഷം MLA ആയിരുന്നു. നിലമ്പൂർ പൂരം നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നതാണ്. 10-15 ദിവസമാണ് ഞങ്ങളത് നടത്താറില്ല. ഒരു പൈസ ഗവൺമെൻറ് നമ്മൾ വാങ്ങാറില്ല. സ്പോൺസർഷിപ്പിലൂടെ അവിടുത്തെ കച്ചവട വ്യാപാരി വ്യവസായികളെ അവിടുത്തെ മറ്റു സ്പോൺസർമാരെയും കണ്ടെത്തി അവർ സ്പോൺസർ ചെയ്തിട്ടായി പരിപാടി നടത്തുന്നത്. അത്രേ പെർമിറ്റ് കിട്ടും. പക്ഷേ ഇദ്ദേഹം എന്ത് പരിപാടി ടൂറിസത്തിൻ്റെ പേരിൽ പ്രൊമോഷൻ്റെ പേരിൽ കൊള്ളയടി നടത്തിയാലും അത് സർക്കാരിന് ഒപ്പിട്ട് കൊടുക്കും. അത് ഇദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വമാണ്, ഇദ്ദേഹത്തിൻ്റെ അമിത അധികാരമാണ്. ഇപ്പോൾ ഫറൂഖ് റെസ്റ്റ് ഹൗസിൻ്റെ കാര്യം തന്നെ നിങ്ങളെടുക്ക്. വേറെ ഏതെങ്കിലും ഒരു റെസ്റ്റ് ഹൗസിന് റിനോവേറ്റ് ചെയ്യാൻ, അതിനെ 5 സ്റ്റാറും 7 സ്റ്റാറും ആക്കാൻ ഒരു പ്രപ്പോസൽ കൊടുത്താൽ ഇന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ അതിൻ്റെ ക്ലിയറൻസ് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ പ്രപ്പോസൽ വന്നത് മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പിൽ നിന്നായതുകൊണ്ടാണ് അതിൽ കൗണ്ടർ സൈൻ ചെയ്ത് വിടുന്നത്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ശരിക്കും ഈ മരുമോനിസം എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഈ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ രീതിക്കെതിരെ ശരിക്കും പാർട്ടിക്കകത്ത് തന്നെ എതിരഭിപ്രായങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതാണല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇനി കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ത്രിതല തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയൊരു അപ്രമാദിത്വം UDFന് കിട്ടിയതിൻ്റെ ഒരു കാരണം ഇതാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോളൂ, അതിൽ ഈ പിണറായിസത്തിൻ്റെ ഒരു 25% വോട്ടേ വന്നിട്ടുള്ളൂ. കാരണം അത് പ്രാദേശികമായ തെരഞ്ഞെടുപ്പും പ്രാദേശിക സ്ഥാനാർത്ഥികളും പ്രാദേശിക ഇഷ്യൂസുമാണ് മെയിൻലി. എന്നിട്ട് പോലും 25% പിണറായിസം അവിടെ കൂട്ടിയടിച്ചു. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരാഴ്ച കഴിഞ്ഞാൽ എന്ന് പറയുന്നത് പിണറായിസും ജനങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ആ ഏറ്റുമുട്ടൽ എത്ര സീറ്റ് വരെ UDF നേടുന്നതാണ് കരുതുന്നത്? ഐ ഫീൽ മോർ ദാൻ 110. മൂന്നക്കം കിടക്കും. ഒരു തർക്കവും കരുതണ്ട. അയ്യപ്പൻ്റെ സ്വർണം കെട്ടത് ചില്ലറ കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ചില്ലറ കാര്യമില്ല. എന്ത് ഈ മുതൽ മുഴുവൻ കൊള്ളയടിച്ചിട്ട് പിന്നെ നോക്കിയാൽ കിട്ടുന്ന കക്കാൻ കഴിയുന്ന സാധനം അമ്പലങ്ങളിലും ദേവാലയങ്ങളിലുമാണ്. അങ്ങോട്ട് നിങ്ങൾ മാർച്ച് ചെയ്തോ എന്ന് പറഞ്ഞ് ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണമടക്കം അടിച്ചു പോയ സകലമാന കള്ളന്മാരും ഇപ്പോൾ പുറത്താണ്. അന്ന് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് കേരളത്തിൽ ഒറ്റ രാഷ്ട്രീയക്കാരനെ പറഞ്ഞിട്ടുള്ളൂ അത് ചെയ്തത് ശരിയായില്ല, അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കുകയെന്ന്. അത് PV അൻവറിൻ്റെ ഫേസ്ബുക്ക് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കോടതി പറഞ്ഞു തന്ത്രിക്ക് അതിലൊരു ബന്ധമില്ല, അദ്ദേഹത്തെ കുടുക്കിയതാണ്, അദ്ദേഹത്തിനെതിരെ ഒരു തെളിവില്ല എന്ന് പറഞ്ഞ് 49 ദിവസം കോടതി അദ്ദേഹത്തെ ഇറക്കി വിട്ടു ജയിലിൽ നിന്ന്. തെറ്റായിപ്പോയി എന്നല്ല ഒരു നിലയിലേക്ക് കോടതി എത്തി. അപ്പോൾ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ പറയുന്ന മുരാരി ബാബുവും പത്മകുമാർ അടക്കമുള്ള MLA-മാരും പാർട്ടി ലീഡേഴ്സും ഇവരുടെ ഒരു കോക്കസ് നടത്തിയ ഒരു കൊള്ളക്ക് ഇവിടുത്തെ അത് ഹൈന്ദവ സമുദായത്തിൻ്റെ തലയിലേക്ക് ഇടാൻ വേണ്ടി താഴ്മൺ കുടുംബത്തിലെ എല്ലാവരും ബഹുമാനിക്കുന്ന തന്ത്രിയെ അതിൽ പ്രതിയാക്കിയിട്ട് ഇത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ല ഇത് ചെയ്തത്, തന്ത്രിയാണ് ഈ പോറ്റിയുമാണ് ഇതിൻ്റെ പിന്നിലെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം നടത്തി. അതിപ്പോൾ പൊളിഞ്ഞു കോടതി ഇടപെട്ടപ്പോൾ. അതിവിടുത്തെ വിശ്വാസി സമൂഹം ഇവിടെ കാണുന്നുണ്ട്. ആ സമൂഹം ഇവർക്കെതിരെ വോട്ട് ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ആ വോട്ട് BJP-യിലേക്ക് പോവില്ല. BJP ഈ അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല. പിണറായിയെ സഹായിക്കുന്ന നിലപാടാണ് സ്റ്റേറ്റ് ലീഡർഷിപ്പ് എടുത്തത് എന്ന് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്, BJP-യോട് താല്പര്യവും അനുകമ്പയും ഇടയ്ക്ക് വോട്ടും ചെയ്യാറുള്ള വിശ്വാസി സമൂഹം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മലബാർ ഭാഗത്തൊക്കെ BJP-ക്ക് ഭയങ്കരമായിട്ട് വോട്ട് കുറയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബേപ്പൂരിലോട്ട് വരുന്ന സമയത്ത്, നിലമ്പൂരിലുണ്ടായിരുന്ന സമയത്ത് മലയോര മേഖലയാണ്,
മലയോരയുടെ കർഷകരുടെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും എന്ത് വേണം എന്നുള്ള രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മലയോര മേഖലയിൽ നിന്ന് വരുന്ന തീരദേശ മേഖലകളിലോട്ടാണ് അല്ലേ. അപ്പം ഒരുപക്ഷെ നമ്മൾ നിൽക്കുന്ന അപ്പാടെ അതിൻ്റെ ആവാസവസ്ഥ മാറിയ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ ആദ്യം അതിനെ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു വീക്ഷണത്തിൽ ബേപ്പൂരിൽ എന്ത് മാറ്റങ്ങൾ വേണം, അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് ചിന്തിക്കുന്നത്? അല്ല, അതിൽ ഞാൻ രണ്ട് വിഷയങ്ങളാണ്. അപ്പം രണ്ടും രണ്ട് എൻഡാണ്. ഒന്ന് ഹിൽ ഏരിയയാണ്, ഒന്ന് സീ സൈഡാണ്. പക്ഷേ ഇവിടുത്തെ രണ്ട് കൂട്ടരുടെയും ജനങ്ങളുടെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിയമത്തിൻ്റെ ഊരാക്കുടുക്കുകളാണ്. അത് രണ്ട് സ്ഥലത്തും സമാനം, തുല്യമാണ്. മലവാരത്ത് നടക്കുന്നത് വനം വന്യജീവി നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഒരു നിലക്കും അവിടെ ജീവിക്കാൻ കഴിയാത്ത വിധം മനുഷ്യനൊരു പുല്ല് വില കൽപ്പിക്കാതെ ഏറ്റവും വലിയ വാല്യൂ അവിടെ ജീവിക്കുന്ന മൃഗങ്ങൾക്കാണ് എന്ന് വരുത്തിത്തക്ക രീതിയിലുള്ള നിയമങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെയാണ് ഞാൻ ഫൈറ്റ് ചെയ്തത്. അതിൻ്റെ പേരിലാണ് DFO ഓഫീസിൽ പോയി സമരം ചെയ്തത്. അതിൻ്റെ പേരിലാണ് ഞാൻ ജയിലിൽ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണ്. അതേപോലെ ഇവിടെ വരുമ്പോൾ CRZ കോസ്റ്റൽ റെഗുലൈസേഷൻ സോൺ നിയമങ്ങൾ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട, എന്താ പറയുക, ഒരു ദീർഘവീക്ഷണമില്ലാതെ ഈ പറയുന്ന ദീർഘവീക്ഷണം ഇല്ലാതെ എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു 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 മാഫിയ സംഘത്തിൻ്റെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് CRZ നിയമങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയും. കോസ്റ്റൽ റെഗുലൈസേഷൻ സോൺ നിയമങ്ങൾ പ്രകാരം കടലിൻ്റെ തീരത്തു നിന്ന് ഇത്ര മീറ്റർ അകലെ കെട്ടിടങ്ങൾ പണിയാൻ പാടൂ, അതാണ് പിന്നെ ഇന്ന കെട്ടിടങ്ങളെ പാടുള്ളൂ. ഇതാണ് ഈ റെഗുലൈസേഷൻ ചെയ്യുന്നത്, സോണിൽ തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോകത്ത് കണ്ണോടിച്ചാൽ ലോകത്ത് എല്ലായിടത്തും ഇപ്പോൾ ഡെവലപ്മെൻറ്റ് നടക്കുന്ന കൺട്രീസിൽ കെട്ടിടങ്ങൾ മുഴുവൻ പണിതുകൊണ്ടിരിക്കുന്നത് സിറ്റീസിൽ കടലിലാണ്. ദുബായിൽ പോയാൽ, സിംഗപ്പൂരിൽ പോയാൽ, സൗദിയിൽ പോയാൽ, അമേരിക്കയിൽ പോയാൽ, യൂറോപ്പിൽ പോയാൽ മനുഷ്യർ മുഴുവൻ കടലിലേക്ക് ഇറങ്ങി ഡെവലപ്മെൻറ്റ്സ് നടത്തുമ്പോൾ ഇവിടെ കടൽ കരയിൽ പോലും വിട്ടിറങ്ങാൻ പാടില്ല എന്ന യുക്തിരഹിതമായ നിയമമാണ്. അത് ഒരിക്കലും യുക്തിക്ക് ഒതുങ്ങുന്നതല്ല. അപ്പോൾ ഈ കടൽ തീരങ്ങളിൽ ജീവിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരെ, കടൽ തീരം എന്ന് പറയുന്നത് എപ്പോഴും ടൂറിസ്റ്റുകളുടെ പ്രിയ സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ കടൽ തീരത്ത് ജീവിക്കുന്ന മനുഷ്യരെ കടൽ തീരത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് അവർക്ക് വേറെ ഫെസിലിറ്റി കൊടുത്ത് അവരെ പുറത്താക്കി ഈ സ്ഥലങ്ങൾ ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഇവരെ ഒഴിവാക്കാനുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് CRZ നിയമങ്ങൾ നമുക്ക് കാണേണ്ടി വരും. ഈ ടൂറിസത്തിന് ഇത്രത്തോളം സാധ്യതയുള്ള സ്ഥലമാണെന്ന് പറയുന്നു. നമുക്കിവിടെ ഉള്ളത് ടൂറിസം മന്ത്രി കൂടിയാണ്, പൊതുമരാമത്ത് മന്ത്രി കൂടി തന്നെയാണ്. പോയി 5 വർഷക്കാലം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ചോദിച്ചിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ഇവിടെ എന്ത് വരണം, എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറയുമ്പോൾ പറയുന്നത് എല്ലാം ഇവിടുന്ന് ആദ്യം മുതലേ തുടങ്ങാനുള്ളതാണെന്നാണ് അൻവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലേ പോയി 5 വർഷക്കാലം? ടൂറിസവുമായി ബന്ധപ്പെട്ട് 2 ടൂറിസം പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. നമ്മളൊരു എന്തൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും, ഒരു വീടുണ്ടാക്കുമ്പോഴും ഒരു കാർ നിർത്താനുള്ള ഒരു കാർ ഷെഡെങ്കിലും ഉണ്ടാവില്ല. ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഇന്ന് കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഇവിടെ നിങ്ങളൊന്ന് പോയി നോക്കും. ഇത്രയും വലിയൊരു ഏരിയയിൽ ടൂറിസം ഡെവലപ്മെൻറ്റ് നടത്തിയിട്ട് ഒരു ഓട്ടോറിക്ഷ നിർത്താനുള്ള പാർക്കിംഗ് കൊടുത്തിട്ടില്ല. ഒരു പാർക്കിങ്ങേ ഇല്ല. എൻ്റെ ലാൻഡ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. എവിടെ പാർക്ക് ചെയ്യും? ബേപ്പൂരിൽ താമസിക്കുന്ന ജനങ്ങൾ ശനിയും ഞായറും അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയവർക്ക് രാത്രി 12 മണിയാതെ വീട്ടിലേക്ക് എത്താൻ കഴിയില്ല. വീട്ടിൽ കുടുങ്ങിയവർക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ രാത്രി 12 മണിയാണ്. എല്ലാ റോഡും ബ്ലോക്കാണ്. ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി, ഒരു ടോയ്ലറ്റ്, സിംഗിൾ ടോയ്ലറ്റ് നിങ്ങൾ പോയി നോക്കൂ. അപ്പോൾ ഒരു ദീർഘവീക്ഷണമില്ലാതെ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ആളുകൾ പറയുന്ന രീതിയിലുള്ള പണാപഹരണത്തിൻ്റെ അപ്പുറം ഇതിനൊരു കാഴ്ചപ്പാടുണ്ടാവില്ലേ? ഒരു കാഴ്ചപ്പാടില്ല. ഇപ്പോൾ ഒരു മാസം മുമ്പ് ചാലിയത്ത് ഇതേപോലെ ചാലിയം പ്രദേശത്ത് ഒരാൾ ആക്സിഡൻ്റ് ആയിട്ട് അവർക്ക് കൊണ്ടുപോകാൻ മാർഗമില്ല. ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയി. ആംബുലൻസിന് വരാൻ കഴിയില്ല, വന്ന ആംബുലൻസിന് പോകാൻ കഴിയില്ല. ആ രോഗി മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെതിരെ അജിറ്റേഷൻ ഉണ്ട്. കാരണം ഇത് മാത്രമാണ്, അവരൊന്നും ഇതിനെതിരല്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പാരമ്പര്യ തൊഴിലാളി മത്സ്യ കക്ക വാരിയിരുന്ന സ്ത്രീകളായിരുന്നു ആ പ്രദേശത്തുണ്ടായിരുന്നത്. അവർക്കിപ്പോൾ ഈ ആളുകൾ ടൂറിസ്റ്റ് വരുന്നതോട് കൂടിയിട്ട് വെള്ളത്തിലിറങ്ങി കക്ക വരാൻ പറ്റുന്നില്ല. അവർ വ്യാപകമായി പരാതി പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ ഒരു ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ട് വേണമല്ലോ പോകാൻ. അങ്ങനത്തെ സ്റ്റഡി നടത്തിയിട്ടില്ല. ഇനി സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്തിട്ടില്ല. ജനങ്ങളെന്തോ ആവട്ടെ, ഈ കാര്യം നടക്കട്ടെ എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രശ്നം. ഒരിക്കൽ പോലും ഇനി UDF ഇല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഇന്ന് ബേപ്പൂരിൻ്റെ UDF സ്ഥാനാർത്ഥിയായിട്ട് മാറുന്ന ഒരു തീരുമാനം സംഭവിക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ട്? അതൊക്കെ ഒരു വൈകാരികമായിട്ടുള്ള അന്നത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുമല്ലോ.
അതിലപ്പുറം അതിനെ കാണേണ്ടതില്ല. ഞാൻ ഈ ഇറങ്ങിത്തിരിച്ചത് ഈ പിണറായിസത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒറ്റയ്ക്ക് ഒരുപാട് കാലം ഞാൻ പോരാടിയല്ലോ. ആ പോരാട്ടം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിലേക്കും അവരുടെ കാഴ്ചപ്പാടിലേക്കും ഈ വിഷയമൊന്നും ഇത് തന്നെയാണ്. കേരളത്തിൽ ഇപ്പോഴും പിണറായിൻ്റെ ധാർഷ്ട്യവും കുടുംബാധിപത്യമാണല്ലോ എല്ലാ ചാനലുകളിലും ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ അവസാനിപ്പിക്കാൻ ഒറ്റയാൾ പോരാട്ടത്തിൽ അത് മതിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ സ്വാഭാവികമായിട്ടും അതേ മാനസികാവസ്ഥയിൽ പോരാട്ടം നടത്തുന്ന UDF-മായി സഹകരിക്കുക എന്നതാണല്ലോ അതിൻ്റെ ഓപ്ഷൻ. പക്ഷേ ആ UDF-മായി സഹകരിക്കുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെയാണെങ്കിൽ പോലും VD സതീശൻ ഒരു മുക്കാൽ പിണറായി ആണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇലക്ഷനോട് എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഒരുപാടായിട്ട് പേര് വരുന്നുണ്ടെങ്കിലും മുൻപതിൽ പറയുന്ന പുതിയ യാത്ര പോലും നേതൃത്വം കൊടുക്കുന്ന VD സതീശനാണ്. അപ്പം UDF-ന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അത്തരം സ്റ്റേറ്റ്മെൻറ്റിൽ പുനഃപരിശോധന നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അത് VD-യുമായി ബന്ധപ്പെട്ട അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും തെറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വലിയൊരു ടീം പ്രവർത്തിച്ചിരുന്നു. അത് സത്യത്തിൽ എനിക്കും അറിയില്ല, അദ്ദേഹത്തിനും അറിയില്ലായിരുന്നു. പക്ഷേ നിലമ്പൂർ ഇലക്ഷന് ശേഷമാണ് ഞങ്ങൾ ഫേസ് ടു ഫേസ് സംസാരിച്ച് കാര്യങ്ങൾ മുഴുവൻ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ക്ലിയറാണ്. അതിനുശേഷം വളരെ നല്ല ഒരു ബ്രദർലി റിലേഷനിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. മനസ്സുകൊണ്ട് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ് മനസ്സുകൊണ്ട് ആഗ്രഹം? അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. പിണറായിയെ ഇറക്കുക ഈ ഭരണാവസാനം അത്ര ഇപ്പം എൻ്റെ ടാർഗറ്റിലുള്ളൂ. കൂടുതലുള്ളൂ. മറ്റതൊക്കെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തീരുമാനിക്കട്ടെ. എന്തുകൊണ്ട് ബേപ്പൂർ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായിട്ട് 140 മണ്ഡലങ്ങൾ നിൽക്കുന്നു. അവിടെയെല്ലാം PV അൻവർ എന്നുള്ളൊരു ബ്രാൻഡ് വാല്യൂ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിലകൊണ്ടിരുന്നൊരു വ്യക്തിത്വം കൂടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയാണെങ്കിൽ 77-ന് ശേഷം ഇവിടെ ഒരു UDF-ന് സാധ്യതയെ സംഭവിച്ചിട്ടില്ല. ഇടത് കോട്ടയാണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും ഇത്രയും മാറ്റങ്ങൾ ഇവിടെ വേണമെന്ന രാഷ്ട്രീയ ചിന്തയിലാണോ അതിനേക്കാൾ അപ്പുറത്തേക്ക് മരുമോനിസത്തിനെതിരെ മത്സരിക്കാൻ വേണ്ടി എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യമാണ്? ഏതാ കുറേ കൂടി ശരി? അല്ല, അത് രണ്ടും ശരിയാണ്. അതായത് ഞാനിവിടെ വന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പോരാട്ടമാണ്. ഞാൻ ഈ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെ തകർക്കണമെന്ന ആ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ മാത്രമായിരുന്നു അവിടുന്ന് പുറപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ മണ്ഡലത്തിൻ്റെ ഈ അവസ്ഥ ഇത്രയും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പിന്നോക്കാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു വൈകാരികമായി തുടങ്ങി എനിക്ക് പല കാര്യങ്ങളും. ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ട് ഇത്രയും സംവിധാനങ്ങളുണ്ടായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ 145 ഏക്കർ ഭൂമിയുണ്ട്. ഒക്കെ കടൽ തീരങ്ങളില്ല. ഒരു മറൈൻ കോളേജ്, ഒരു ഫിഷറീസ് കോളേജ്, IT പാർക്കുകൾ, ഒരുപാട് സാധ്യതകളുള്ള ഈ ഒരു നാട്ടിൽ കുടിവെള്ളം പോലും കൊടുക്കാതെ, ഒരു സർക്കാർ കോളേജ് പോലും ഇല്ലാതെ, പഞ്ചായത്തുകളിലൊക്കെ ഹൈസ്കൂൾ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ എങ്ങനെ ഈ മണ്ഡലത്തെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇടപെട്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ ഒന്ന് സഹായിച്ച് ആ ബേപ്പൂരിലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് കുറേ കൂടി ഊന്നൽ. അതും അതിൻ്റെ ഒരേപോലെയാണ് ഇപ്പോൾ കാണുന്നത് തന്നെ ഉണ്ട്. കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെ എങ്ങനെ എതിർക്കുന്നു അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ ഡെവലപ്മെൻറ്റും രണ്ടും പാരലായിട്ടാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സാധാരണ രീതിയിലൊരു മണ്ഡലത്തിൽ വരുന്ന സമയത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിയമിക്കുമ്പോൾ പല പേരുകളും അതിനൊപ്പം വന്നേക്കാം. പക്ഷേ ബേപ്പൂരിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് PV അൻവർ എന്ന പേരിനൊപ്പം മറ്റു പേരുകൾ വന്നിരുന്നില്ല UDF-ന്ന്. അപ്പം എന്തുകൊണ്ടാണ്? ഒന്നില്ലെങ്കിൽ ഒട്ടും വിജയ സാധ്യത ഇല്ലാത്തൊരു മണ്ഡലം എന്ന് ചിന്തിച്ചുകൊണ്ടാണോ? അതല്ലെങ്കിൽ PV അൻവർ എന്നൊരു വ്യക്തിത്വം അവിടെ ഉണ്ടെങ്കിൽ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പറ്റും എന്നൊരു ഉറച്ച വിശ്വാസം കൊണ്ടാണോ? ഏതാ കുറേ കൂടെ ശരി? രണ്ടാമത് പറഞ്ഞായിരിക്കും ശരി. ആണ്, അതിനെ സാധ്യതയുള്ളൂ. മാത്രമല്ല ഞാൻ പ്രിഫർ ചെയ്താണല്ലോ. ഞാൻ തുടങ്ങി വെച്ച രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രം അത് അവസാനിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ മലപ്പുറത്തൊക്കെ മത്സരിക്കാറുണ്ട്, ഇതിൻ്റെ 10-1 പണിയില്ല. പക്ഷെ ഞാൻ തുടങ്ങി വെച്ച ഈ കുടുംബാധിപത്യ ഏകാധിപത്യ രാഷ്ട്രീയം അതിൻ്റെ ഒരു ബാക്കി പത്രം പിണറായി വീഴുമ്പോൾ, ആ ഗവൺമെൻറ് താഴെ വീഴുമ്പോൾ ഇവിടെ അതിനൊരു വിത്തിട്ട് പോകാൻ പാടില്ല. ആ വിത്ത് അവിടെ മുളച്ചാൽ ഇത് ഇനിയും കേരളത്തിന് അത് ആപത്താണ്. അത്തരത്തിലുള്ളൊരു സംഘത്തെയാണ് ഇവർ വളർത്തി വരുന്നത്. കേരളത്തിലെ പൊളിറ്റിക്സ്, കേരളത്തിലെ ഗവൺമെൻറ്, ഈ പിണറായി, മുഹമ്മദ് റിയാസ് ഒരു ചെറിയ സംഘത്തിൻ്റെ കയ്യിലാണ്. പാർട്ടിക്കൊരു റോളും എവിടെയില്ല. ബ്രാഞ്ച് സെക്രട്ടറി പിണറായിയാണ്, ലോക്കൽ സെക്രട്ടറി പിണറായിയാണ്, ഏരിയ സെക്രട്ടറി പിണറായിയാണ്, ജില്ലാ സെക്രട്ടറി പിണറായിയാണ്, സ്റ്റേറ്റ് സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോവും പിണറായിയാണ്. കാരണം എന്താണോ പിണറായി അതേ ഇവിടെ നടക്കൂ. അതായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ട്രസ്റ്റാണോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കോക്കസിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റിൽ. ഇതിൽ പാർട്ടിക്ക് റോളില്ല, പാർട്ടി സെക്രട്ടറിമാർക്ക് റോളില്ല, ഈ പറയുന്നവർക്ക് ആർക്കും ഒരു സേ പോലും ഇല്ല. എന്താണോ 6-ാം തമ്പുരാൻ മനസ്സിൽ വിചാരിക്കുന്നത് അത് മാത്രമേ കേരളത്തിൽ
ഈ രണ്ടാം ഭരണത്തിൽ നടന്നിട്ടുള്ളൂ. അത് മൂന്നാം ഭരണത്തിലും കൂടി വരിക എന്ന് പറഞ്ഞാൽ വളരെ 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 അപകടമാണ്. അത് ഫാസിസത്തിലേക്ക് നീങ്ങും. ഓൾറെഡി ഒരു ഫാസിസ്റ്റ് മൈൻഡ് സെറ്റിലായി. ഇപ്പം മിനിയാന്ന് പോലും ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഒരു പാവപ്പെട്ട ഒരാൾ CMA ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന എത്ര അനുഭവം ഞാൻ വിശദീകരിക്കേണ്ടത് നമുക്ക് ചിലപ്പോൾ പറയാനേ പറ്റില്ല. ഇതുപോലെ ലാസ്റ്റ് പ്രസ് മീറ്റിനാണെന്നുണ്ടെങ്കിലും ചോദ്യം ചോദിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ പോയി കഴിഞ്ഞ് മിനിസ്റ്റർ തിരിച്ചു വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ചോദ്യം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, നിങ്ങൾ തുറന്ന് ചോദിക്കണം, അനുവദിച്ച സമയം തീർന്നുകൊണ്ടാണ് പോയി എന്നുള്ളൊരു ഉത്തരവാണ് അനുവദിച്ച സമയം എന്താ, അദ്ദേഹത്തിന് അങ്ങോട്ട് പറയാനാ സമയം, ഇങ്ങോട്ട് ചോദിക്കാൻ 2 മിനിറ്റ് 5 മിനിറ്റാണ് കൊടുക്കുക, മൈക്ക് ഓഫാക്കി പോകും. അത് രാജാവിന് പറ്റും. പക്ഷേ ഒരു കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിക്ക് ആ സ്റ്റൈല് ചേരില്ല. ഇതിനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ കേട്ടോളണം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഇഷ്ടമുള്ളതിന് ഞാൻ മറുപടി അറിയും, അല്ലാത്തിന് ഞാൻ മറുപടിയും അറിയില്ല. അതെന്ത് ജനാധിപത്യമാണ്? അവിടെയാണ് പ്രശ്നം. ബേപ്പൂർ വരുന്ന സമയത്ത് എപ്പോഴും മത്സരങ്ങളിൽ അപരന്മാർ ഉണ്ടാവാറുണ്ട്. പക്ഷെ ബേപ്പൂരിലെ PV അൻവറിന് അപരന്മാർ 4 ഇപ്പം അല്ലേ? ഇത്രത്തോളം അപരന്മാർ വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് പിന്നിൽ കാരണം തോന്നുന്നത്? എന്തുകൊണ്ടാണ് ആ ചോദ്യം ശരിക്കും നിങ്ങൾ മുഹമ്മദ് റിയാസിനോട് ചോദിക്കേണ്ട ചോദ്യം. വലിയ വർത്താനമൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, ഇത്ര വോട്ടുണ്ടാവും. ഇതുപോലെ തോറ്റമ്പി എന്ന് മനസ്സിലായ ഒരു മനുഷ്യൻ ഇതിനെ മറികടക്കാൻ ഒരു മാർഗവുമില്ല. ബേപ്പൂരിലെ ജനങ്ങൾ നാടിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലാണ്. അവരാ വോട്ട് PV അൻവറിന് ചെയ്യും എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്, അവർ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയ അവരുടെ ക്യാമ്പ് പിന്നെ എങ്ങനെയാ അൻവറിനെ പരാജയപ്പെടുത്തുക? വ്യക്തിഗത ഇഷ്ടം പോലെ നടത്തുന്നുണ്ട്, നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ അതിനെ മറികടക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ജനാധിപത്യത്തെ അട്ടിമറിക്കണം. പഴയതുപോലെ പോളിംഗ് ബൂത്തിൽ കയറിയിട്ട് ബാലറ്റ് പെട്ടിയൊന്നും തട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന കാലമല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വളഞ്ഞ വഴി അൻവറിനെ ഉദ്ദേശിച്ച് ചെയ്യുന്ന വോട്ടുകൾ അപരന്മാരായ അൻവറിന് അറിയാതെ ഈ സാധുക്കൾ ചെയ്തു പോയിട്ട് PV അൻവറിന് കിട്ടുന്ന വോട്ടുകളെ സൈഡ് ലൈൻ ചെയ്ത് വഞ്ചന നടത്തിയിട്ട് യഥാർത്ഥ ജനാധിപത്യത്തെ വഞ്ചിക്കുക, എന്നിട്ട് വളഞ്ഞ വഴിയിൽ അധികാരത്തിൽ വരിക. ഇപ്പം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന റീൽസിൻ്റെ ഇത്രയും കാലം ഈ കളർഫുൾ റീൽസിൽ എങ്ങനെയാണ് ജനങ്ങളെ പറ്റിച്ചത്, അതേ അവസ്ഥ ഈ വോട്ടിങ്ങിൽ പോലും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യണം. അതൊരു വഞ്ചന രാഷ്ട്രീയം. ഇവിടുത്തെ ജനങ്ങൾ സാധാരണക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പം വോട്ട് ചെയ്യുമ്പോൾ അമ്മമാരൊക്കെ പറയുന്നത്, മോനെ പേടിക്കണ്ട കേട്ടോ, ഗ്യാസും കുറ്റിയല്ലേ, അമ്മൻ്റെ വോട്ട് തെറ്റൂല. അങ്ങനെ പഠിച്ചു ആളുകൾ ഈ 2-3 ദിവസം കൊണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ. അല്ല, ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും ചർച്ചയാവുന്ന 2 കാര്യങ്ങൾ, 1 ഇലക്ഷനും 2 ഗ്യാസ് കുറ്റിയാണ് അല്ലേ? അപ്പോൾ ഏറ്റവും സെൻസേഷനിലാണ്. അപ്പോൾ അതേ ഗ്യാസ് സിലിണ്ടർ തന്നെ ചിഹ്നമായിട്ട് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ തീ പിടിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പൊതുവേ നവമാധ്യമങ്ങളിൽ ഞാൻ കണ്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഈ ഗ്യാസ് സിലിണ്ടറിന് തീ പിടിച്ചാൽ അണയ്ക്കാൻ എളുപ്പമില്ല എന്ന് പറയും പോലെയാണ് അൻവറിനെ തീ പിടിച്ചു കഴിഞ്ഞാൽ അണയ്ക്കാൻ ഇച്ചിരി പാടാന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ബേപ്പൂരിന് തീ പിടിച്ചോ? ആ ഒരു ഗ്യാസ് സിലിണ്ടർ പിടിച്ചു ഉണ്ട്. അപ്പോൾ ശരിക്കും ആ ലിസ്റ്റിൽ തുടക്കത്തിലേ ഇല്ല. അപ്പം ഈ എണ്ണം തുടക്കത്തിൽ ഇല്ലാതെ വരുമ്പോൾ അത് ശരിക്കും ഒരു പ്രതിസന്ധിയാണോ? അപ്പോൾ പറഞ്ഞു സിലിണ്ടർ അല്ലേ നിങ്ങൾ ഓർത്ത് വയ്ക്കുന്നു മോനെ എന്നൊക്കെ അമ്മമ്മ പറയുന്നുണ്ടെങ്കിലും ഇതൊരു ശരിക്കും ഒരു പ്രതിസന്ധിയാണ്, ഒരു പ്രശ്നമുണ്ടോ? ഭയങ്കര പ്രതിസന്ധി. യഥാർത്ഥത്തിൽ ഈ നമ്മളൊക്കെ ഇലക്ഷൻ കമ്മീഷനും രാജ്യത്തിൻ്റെ പാർലമെൻറ്റൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ജനാധിപത്യത്തിൽ കൊടുക്കുന്ന ഫ്രീഡം അത് ദുരുപയോഗം ചെയ്യുന്നൊരവസ്ഥ ഇതിൽ കാണുന്നുണ്ട്. അതിനെ ലീഗലായിട്ട് അത് മാനേജ് ചെയ്യുമെന്നുള്ളത് സത്യത്തിൽ എന്താണ് ജനാധിപത്യം? ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്ത് അവരുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക. ജനങ്ങളുടെ ഇഷ്ടം PV അൻവറിനോടാണ്. പക്ഷേ PV അൻവറിനോടുള്ള ഇഷ്ടത്തെ ബൈപ്പാസ് ചെയ്യാൻ വേറൊരു അൻവറിനെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിർത്തി കൊടുത്തിരിക്കുകയാണ്. ആ പ്രവണത അതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് പാർലമെന്റ് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഉണ്ട്. ഈ മുമ്പും അപരന്മാർ നിന്ന് കഴിഞ്ഞ് പിന്നെ അവരിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പണം ആവശ്യപ്പെടുന്ന കുറേ സംഭവങ്ങൾ, നമ്മൾ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം ശരിക്കും ഇത് നിൽക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്താ? ഒരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നതാണോ, അതല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായിട്ട് അവർ നിൽക്കുന്നതിന് ഇത്തരം ദുരുദ്ദേശങ്ങളുണ്ടോ? ശരിക്കും ഇതിൽ പൂർണ്ണമായിട്ടും ഇതിൽ 6 പേരുണ്ടായിരുന്നു. 2 പേര് നമുക്ക് ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചു. അവരെ സംസാരിച്ച് അവർ പിൻവലിയാൻ തയ്യാറായി. ഈ 4 ആളുകളെ കുറിച്ച് നമുക്ക് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പർപ്പസ്ഫുള്ളി എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസിൻ്റെ ക്യാമ്പ് തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യില്ലേ? കാരണം ഇപ്പോൾ എന്താ പറയുക, റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിലൊക്കെ ഇവരുടെ ആളുകളൊക്കെ തന്നെയല്ലേ വന്നിട്ട് ഈ ആ സമയത്തുള്ള ലീഗൽ ഫോർമാലിറ്റീസൊക്കെ ചെയ്ത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാക്കളാണ് വന്നത്.
അതിലൊന്നും ഇപ്പോൾ ആർക്കും ഒരു സംശയമില്ല ഇത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്നുള്ളതിന്. കഴിഞ്ഞ പ്രാവശ്യം 28,000 ചില്ലറ 29,000 അടുത്തോളം വോട്ടിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വിജയിച്ചിട്ട് മന്ത്രി പദത്തിലോട്ട് പോയത്. അപ്പോൾ 5 വർഷം കൊണ്ടുണ്ടാക്കിയ ഒരു ജനഗീതി ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ലൈനിൽ. എങ്ങനെയാണ് അതിനെ മറികടക്കാനാവുക എന്ന് ചിന്തിക്കുന്നത്? ഒരു ജനകീയതയില്ല. ഇല്ല. ആളെ വെച്ചുണ്ടാക്കുന്ന ഈ സോഷ്യൽ മീഡിയ ബൂസ്റ്റിങ്ങും പണം കൊടുത്ത് ചെയ്യുന്ന കാര്യത്തിനപ്പുറം നിങ്ങളൊന്ന് പോയി നോക്കും. ഇന്ന് അദ്ദേഹത്തിൻ്റെ 3 DJ അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. 22 ബൈക്കാണുള്ളത്. ഇന്ന് സ്ഥാനാർത്ഥി പര്യടനം DJ 3 ഉണ്ട്. 22 ബൈക്കാണ് പോകുന്നത്. ജനം അദ്ദേഹത്തെ തള്ളി. ജനത്തിനത് ക്ലിയറായി. ഇദ്ദേഹം ഒരു പോളിഷിൻ്റെ എന്താ പറയുക പോളിഷ് ചെയ്ത വഞ്ചനയുടെ ഒരാളാണ് എന്നുള്ളത് ഗ്രൗണ്ട് റിയാലിറ്റീസ് ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതിലൊരു ഭയപ്പാടില്ല. കുറച്ച് വോട്ട് ഈ പറഞ്ഞതുപോലെ എത്രയൊക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്താലും ചില വോട്ടേഴ്സിൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ടും മിസ്റ്റേക്ക് വരും. ചില ആളുകൾക്ക് ഭയങ്കര വെപ്രാളം ടെൻഷനൊക്കെ ഉള്ള ആളുകളാണ്. ബൂത്തിൽ കയറുമ്പോൾ തന്നെ അവർക്ക് പേടി. അതൊരു അങ്ങനെയാണല്ലോ. കുറേ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഓഫീസർമാരിരിക്കുന്നു. ഒരു പെട്ടിക്കുള്ളിൽ വോട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു മാനസിക സംഘർഷം ആളുകൾക്ക് ഉണ്ടാവും. ആ മാനസിക സംഘർഷണത്തിൽ എന്താ പറയുക കൈപ്പിഴ പറ്റും ആളുകൾക്ക്. അതിന് അങ്ങനെ വളഞ്ഞ വഴിയിലെങ്കിലും പി വി അൻവറിൻ്റെ വോട്ട് കുറക്കാൻ കഴിയുമോ? നേർക്ക് നേരല്ല ഫേസ് ടു ഫേസ് പൊളിറ്റിക്സിൽ പി വി അൻവറിൻ്റെ വോട്ട് കുറക്കാൻ കഴിയില്ല എന്നും അദ്ദേഹത്തിൻ്റെ വോട്ട് കുറയുമെന്നും പി വി അൻവർ ജയിക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉള്ള മാർഗം ഇതുപോലെയുള്ള കളവും വഞ്ചനയും നടത്തുകയെന്ന്. അത് ചെയ്യട്ടെ, നമുക്ക് നോക്കാം. ഇത് നമ്മളിപ്പോഴും നമ്മൾ തുടങ്ങി വയ്ക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളാണെങ്കിൽ പോലും പ്രത്യേകിച്ച് റോഡ് BC റോഡിന് 8 വർഷത്തോളമായിട്ട് BC റോഡിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വട്ടക്കിണറിൽ തന്നെ വ്യാപാര സമൂഹത്തിൻ്റെ അപ്പോൾ അവർ ഈ അടുത്ത കാലത്തായിട്ട് തന്നെ നമ്മൾ മെയിൻലി എടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു. അവർക്ക് ഇതൊരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് കടമൊഴിപ്പിക്കൽ എന്നുള്ളൊരു ഭീതി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഇത് അനുവദിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എന്നുള്ളത്. അപ്പം ഈ വ്യാപാര സമൂഹം എല്ലാ കാലം നിലകൊള്ളേണ്ടത് അടേണ്ട ആവശ്യം കൂടിയാണ്. അപ്പം ഇത്തരം പ്രതിസന്ധികൾ എങ്ങനെ നോക്കി കാണണം? ശരിക്കും ഇവരിലേക്ക് ഇറങ്ങി ചെന്ന് ഇതിനെ കുറച്ചുകൂടിയും ഒരു മാറ്റം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ടത് ഇവിടെ നിന്നോ? അല്ല, ഇതിൽ ഇപ്പോൾ അവർക്ക് ലോൺ കിട്ടാത്തതിൻ്റെ പ്രശ്നം സുനാമി വരുമെന്നുള്ളതുകൊണ്ടല്ല. അവിടെ അവർ ചെയ്തു വച്ചിരിക്കുന്ന ഒരു കാര്യം ബേപ്പൂർ തുറമുഖത്തിനോട് സമീപ പ്രദേശത്തും ചാലിയത്തും ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലം പ്രൈവറ്റ് പ്രോപ്പർട്ടി അവർ അക്വസിഷൻ നോട്ടീസ് കൊടുത്ത് അവിടെ മഞ്ഞക്കല്ല് കൊണ്ട് സർവേ കല്ല് നാട്ടിയിരിക്കുകയാണ്. ഒന്നും ചെയ്തിട്ടില്ല. പതിറ്റാണ്ടുകളായി. ഈ സാധുക്കൾക്ക് ഈ സ്ഥലം വിൽക്കാൻ കഴിയില്ല നോട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ കഴിയില്ല. ഒരു ഫാമിലി പ്രോപ്പർട്ടി നമ്മൾ ഭാഗപത്രം ചെയ്ത് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യാൻ അതിന് പോലും അവിടെ സാധ്യമല്ല. അപ്പം അവരുടെ ജീവിതത്തെ എന്താ പറയുക സർക്കാരിൻ്റെ കനിവില്ലാതെ അവർക്ക് ജീവിതത്തിൻ്റെ ഒരു ഇഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം അവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു ഭാഗത്ത് CRZ നിയമങ്ങൾ, ഒരു ഭാഗത്ത് ഈ പറയുന്ന അക്വിസിഷൻ, ഇതെല്ലാം കൂടെ വരുമ്പോഴുള്ള ഒരു വല്ലാത്ത മടുപ്പ്, ഒരു നിരാശയാണ് ഇവരുടെയൊക്കെ മനസ്സിൽ. നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അവരോട് സംസാരിക്കും. എന്ത് ചെയ്യാനാണ്, ഞങ്ങളിങ്ങനെ ആയിപ്പോയി, ആരോടാണ് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്? ഒരുപാട് ആളുകളോട് പറഞ്ഞു സാറേ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല, ഇതിപ്പോൾ ഞങ്ങളെ വിധിയായിരിക്കും, ഞങ്ങളിങ്ങനെ ജീവിച്ച് മരിച്ചു പോകും എന്ന് ദയനീയമായിട്ട് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ നെഞ്ച് പിടഞ്ഞു പോവുകയാണ്. അത് ഇടപെടേണ്ട വിഷയം നമ്മൾ ഇടപെടുന്നത് എന്താ പറയുക ഗൗരവമായിട്ട് ഇടപെടും നമ്മൾ. അങ്ങനെ അത് വിട്ട് ഒരു സമൂഹത്തിനെ ഇങ്ങനെ അടിച്ചമർത്തിയിട്ട് അവരെ കണ്ണീര് കണ്ടുകൊണ്ട് ഇവിടെ ഇത്തരത്തിലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. നമ്മളെപ്പോഴും റിയാലിറ്റീസിൻ്റെ കൂടെ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. വരാനിരിക്കുന്ന ഏതോ ഒരു താല്പര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡീലിൻ്റെ പേരിൽ ഈ മനുഷ്യനെ മുഴുവൻ കാലാകാലം കണ്ണീര് കുടിപ്പിക്കുന്ന ഒരു നിലപാട് മുഹമ്മദ് റിയാസ് ആയാലും ആരായാലും ഏത് ഗവൺമെൻറ്റായാലും എടുക്കുന്നു എന്ന് പറയുന്നത് ജനവിരുദ്ധമാണ്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യും. അത് തിരുത്തേണ്ടടുത്ത് തിരുത്തിക്കാനുള്ള നിലപാടുകളും നടപടികളും ബേപ്പൂരിൽ നമ്മൾ ഉണ്ടാക്കും. KSRTC ഏറ്റവും ഭംഗിയുള്ള ഒരു പരസ്യം ലാലേട്ടനെ വെച്ചിട്ട് നമ്മൾ കണ്ടു. പക്ഷേ ബേപ്പൂരിനെ വെച്ച് നോക്കുമ്പോൾ അല്ലേ ബേപ്പൂരിൻ്റേതായിട്ട് എന്നുള്ള രീതിയിലേക്ക് ഒരു KSRTC അവകാശപ്പെടാൻ ഇവിടുത്തെ ജനത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും അത് ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നമായിട്ട് നിലകൊള്ളുന്നത്? അല്ല, KSRTC എന്തുണ്ടാവണമെങ്കിലും ഈ ജനാധിപത്യത്തിൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. MLA മാർ, പഞ്ചായത്ത് മെമ്പർമാർ, കോർപ്പറേഷൻ മെമ്പർമാർ അവർ കരഞ്ഞുകൊണ്ടേയിരിക്കണം, എങ്കിലേ ജനത്തിനത് എന്തെങ്കിലും കിട്ടൂ. ഇവിടെ ജനത്തിന് കരയാൻ പോയിട്ട് ജനത്തിനെ കുറിച്ച് ഓർക്കാൻ പോലും എന്താ പറയുക ഇദ്ദേഹത്തിന് സമയം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. മണ്ഡലത്തിലെ ജനങ്ങളെ കാര്യം ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു ഫോൺ കോൾ ചെയ്ത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ KSRTC മന്ത്രി. എൻ്റെ നാടാണ്, ഇവിടെ ഗ്രാമീണ വണ്ടി അറിയാമല്ലോ,
ഇഷ്ടംപോലെ ഗ്രാമീണ വണ്ടികളുണ്ട് ഉൾപ്രദേശങ്ങളുടെ കുട്ടി ബസ്. നിങ്ങൾ നിലമ്പൂരിൽ നിന്ന് പോയൊക്കെ എത്ര ഉണ്ടെന്ന് പോയി നോക്കൂ. നിങ്ങൾ ഒരു ബസ് ഉണ്ടാവണമെങ്കിൽ എൻ്റെ നാട്ടുകാർക്ക് പോകാനൊരു ബസ് വേണം, ഒരു കഷ്ടപ്പെടാമെന്നുള്ളത് ആർക്ക് തോന്നണം? ഇദ്ദേഹത്തിന് തോന്നണ്ടേ? 21 ബസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഗവൺമെൻറ് സ്കൂളുകൾക്ക് MLA ഫണ്ടിൽ നിന്ന്. 21 ബസ് MLA ഫണ്ടിൽ നിന്ന് മാത്രം. ഞങ്ങൾക്കൊക്കെ ഒരു 6 കോടി രൂപ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും ഞങ്ങൾക്ക് തീരുമാനിക്കാം ആ മണ്ഡലത്തിൽ എന്ത് ഡെവലപ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. അതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇത്രയും മത്സ്യത്തൊഴിലാളികൾ ഈ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന ഈ മണ്ഡലത്തിൽ ഒരു ഓട്ടോറിക്ഷ സർക്കാർ സ്കൂളിൽ വാങ്ങിക്കൊടുത്തിട്ടില്ല. കുറേ സ്ഥലങ്ങൾ 10-20 വർഷം പഴക്കമായ ബസ് PTA പിരിവിട്ട് വാങ്ങിയ 2010, 2012 മോഡലൊക്കെ വാഹനങ്ങൾ വെച്ച ആളുകൾ ഉന്തി തള്ളി കൊണ്ടുപോവാണ്. ഈ കുട്ടികൾ മുഴുവൻ രാവിലെ ഒരു ഓട്ടോറിക്ഷയിൽ 10-15 കുട്ടികൾ മക്കൾ അട്ടിക്കിട്ട് പോകുന്ന നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ കാണുമ്പോഴേ ഇദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് തുറക്കണ്ടേ? ഇനി അതൊക്കെ പോട്ടെ, ആശുപത്രിയും കോളേജും സ്കൂളും ഒക്കെ വിടാം നമുക്ക്. ഇപ്പം നിങ്ങൾ ഇവിടെ ജങ്കാറ് പുറപ്പെടുന്ന ബേപ്പൂരിലൊന്ന് പോയി നോക്കണം, അക്കരെ ചാലിയവും. ഞാനിപ്പോൾ 10 ദിവസം മുമ്പാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ല. ഒരു 5,000 to 7,000, 7,000 to 8,000 പാസഞ്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് പോകുന്ന ഒരു ജങ്കാറ് പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ ചിലപ്പോൾ 30 മിനിറ്റ് എടുക്കും, 40 മിനിറ്റ് എടുക്കും. ഈ 40 മിനിറ്റ് ജങ്കാറ് അങ്ങോട്ട് പോകുമ്പോൾ വന്നൊരു വ്യക്തി ഈ ജങ്കാറ് പോയി തിരിച്ചു വരുന്ന ഈ 3/4 മണിക്കൂർ ഈ സൂര്യന് നേരെ കാക്കക്ക് ഇരിക്കാൻ തണലില്ലാത്ത ആ എന്താ പറയുക തീരത്ത് വെയിൽ കൊണ്ട് നിൽക്കണം. ഒരു വെയിറ്റിംഗ് ഷെഡ് ഒരു 2-3 ലക്ഷം റുപ്യ ചിലവാക്കിയിട്ട് അതിലൂടെയാണ് ഇദ്ദേഹം പോകുന്നത്. എങ്ങോട്ട് പോകുന്നത്? ഈ പുലിമുട്ടിലേക്ക് പോകുന്നത്. രാവിലെയും വൈകുന്നേരം ഉച്ചക്കും പോകുമ്പോൾ അദ്ദേഹം അങ്ങനെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയേക്കാളും പ്രായമുള്ള സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ടാവും. നമുക്കൊക്കെ നമ്മളെ അമ്മാൻ്റെ പ്രായമുള്ള ഒരാളെ വഴി കാണുമ്പോൾ ആ ഫീലിംഗ് വരും നമുക്ക്. അപ്പോൾ അവനൻ്റെ ഉമ്മാനേക്കാളും പ്രായമുള്ള ഈ പറയുന്ന അമ്മമാർ അവിടെ നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ല, തണലുമില്ല, ഇരിക്കാനും സ്ഥലമില്ല. കൂടെ വന്ന പാസഞ്ചറെയോ സഹ പാസഞ്ചറുടെയോ തോളിൽ തൂങ്ങി നിൽക്കുകയാണ്. അവർക്ക് ഇത്രയും സമയം 30-40 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്യണ്ടേ? അത്രയും ദയനീയമായ കാഴ്ചയാണ്. ഇദ്ദേഹത്തിന് എവിടെ മനസാക്ഷി? ഞാൻ സത്യത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷമ കണ്ട്, ബേപ്പൂരിലെ ജനങ്ങളുടെ ക്ഷമ കണ്ട് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അന്തപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും ഒരു പച്ചപ്പാവം മനുഷ്യരുണ്ടല്ലോ. സാധാരണ മലയോരത്തൊക്കെ നമ്മളെ ആളുകൾ കുറച്ച് അഗ്രസീവായിരിക്കും, അവിടെ ജീവിത സിറ്റുവേഷനല്ല. അതുപോലെ തന്നെയാണ് തീരപ്രദേശവും. പക്ഷെ ബേപ്പൂരിനെ സംബന്ധിച്ച്, ബേപ്പൂരായാലും ചാലിയത്തായാലും ഇത്രയും എന്താ പറയുക സമാധാനമുള്ള ശാന്തരായി ജീവിക്കുന്ന ആളുകൾ അത്യപൂർവം കാഴ്ചയായിരിക്കും. ഈ ബേപ്പൂരിനെ കേരളത്തിൻ്റെ പുറത്തോട്ട് ശ്രദ്ധേയമാക്കിയിരുന്നത് അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടായിരുന്നത് ഉരുവിലൂടെയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ശരിക്കും ഒരു ടൂറിസം ആണെങ്കിലും ജലഗതാഗതം ആണെങ്കിലും അത്രത്തോളം സാധ്യതകളെ ഇവിടെ അല്ലെ മുൻനിർത്തിക്കൊണ്ട് കുറേ കൂടി ദീർഘവീക്ഷണമുള്ള ആളെന്ന നിലയ്ക്ക് ചോദിക്കുക, ഇവിടുത്തെ ടൂറിസത്തിനെ ജലഗതാഗതത്തിനും എത്രത്തോളം സാധ്യതകൾ കാണുന്നുണ്ട്? ഭീകരമായ സാധ്യത, അതിഭീകരമായ സാധ്യത. സെക്കൻഡ് ലാർജസ്റ്റ് അല്ലേ ഒരു ചാലിയാർ പുഴ അറബിക്കടലും ഒത്തുചേരുന്ന ഈ ഒരു ബേപ്പൂരിൻ്റെ തീരം തൊട്ട് നമ്മുടെ എടവണ്ണപ്പാറ ഇതുവരെയുള്ളൊരു ചാലിയാറിൻ്റെ ഒരു 15-16 കിലോമീറ്റർ ചാലിയാറിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള വളരെ വിശാലമായ പൊട്ടൻഷ്യലുള്ള ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് മെയിൻലി റോഡാണ്. ആ റോഡ് നമ്മളെ പല ഹൈവേന്നും ഈ പറയുന്ന പ്രോജക്റ്റിലേക്ക് കണക്ഷൻ കിട്ടും. ബേപ്പൂരിൽ കൊണ്ടുപോയി ബേപ്പൂർ ആ റോഡ് ലോക്കായി കിടക്കുകയാണ്. നേരെ ചാലിയത്തേക്ക് ക്രോസ് ചെയ്യാൻ ഇതേപോലെ എന്തെങ്കിലും തുരങ്കപാത പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഈ ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാനും പുതിയ റോഡുകളിലൂടെ ആളുകൾക്ക് വരാനും പോകാനുള്ള സംവിധാനം കൂടെ അതിൻ്റെ കൂടെ പ്ലാൻ ചെയ്താൽ ഇറ്റ് വിൽ ബി നമ്പർ 1. ഈ എപ്പോഴും ഈ കലാകാരന്മാരെ ചേർത്ത് നിർത്തിയിട്ടുള്ള പ്രസ്ഥാനമായിരുന്നു ഇടതുപക്ഷം അല്ലേ. പക്ഷേ ഈ അടുത്ത് തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശ് പിഷാരെ പരാമർശിച്ചത് മുൻ ധനമന്ത്രി തോമസ് ഐസക് കോമാളിയായിട്ടായിരുന്നു. അപ്പം പിന്നീട് ഖേദം പ്രകടിപ്പിക്കേണ്ടത്. അപ്പം എവിടെയാണ് ചേർത്ത് നിർത്തിയൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ കലാകാരന്മാരെ അത്രയും റെസ്പെക്റ്റോടുകൂടി കണ്ട് ഒരു എതിർപ്പാർട്ടി സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇത്തരം പദപ്രയോഗങ്ങൾ വരുന്നുണ്ടായിരിക്കും? അല്ല, അതിപ്പം മൊത്തത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് പലരുടെയും സംസാരങ്ങളും ഏർപ്പാടുകളും നമ്മൾ വളരെ അത്ഭുതത്തോടു കൂടി കേട്ടു നിൽക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. തോമസ് ഐസക്കിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയില്ല നമ്മൾ, അതിലപ്പുറം ഉണ്ടാവാനുള്ള സാധ്യത അക്കോർഡിംഗ് ടു മീ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിലേറെ മോശമായിട്ടുള്ള പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ലീഡറുടെ വായിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അവരോട് ഇപ്പം ആശയപരമായിട്ട് എതിർത്ത സച്ചിദാനന്ദൻ ഞാൻ പറയണ്ടല്ലോ. സച്ചിദാനന്ദൻ ഇപ്പം എന്താ 1 മാസം മുമ്പ് 1-2 മാസം മുമ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞ 1.5 വർഷം മുമ്പത്തെ കാര്യമാണ്. ഈ കാലം വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹത്തിൻ്റെ ലെവലൊന്നും ഞാൻ പറയണ്ടല്ലോ, അറിയാലോ. അദ്ദേഹത്തിനെതിരെ ഇപ്പം അദ്ദേഹത്തിന് ഫേസ്ബുക്ക് തുറന്നു നോക്കാൻ പറ്റും. ആശയം കൊണ്ട് നമ്മൾ തിരുത്താൻ വേണ്ടി പറയുമ്പോൾ അതിനെ അംഗീകരിക്കുകയല്ല. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് എഴുതി വിടുന്നത്. അതൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല ഈ കമൻറ്റ് എഴുതി വിടുന്നത്. ഇതിനിവിടെ ഒരു സംഘത്തിന്, ഈ പിണറായി സംഘം ഈ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയിലും അവർക്കെതിരെ വരുന്ന ഇത്തരത്തിലുള്ള അവരുടെ ആളുകളാണെങ്കിൽ പോലും, വിമർശനമാണെങ്കിൽ പോലും എഴുതി പച്ചത്തെറി എഴുതി കൊല വിളിക്കാൻ കുറേ എണ്ണത്തിന് ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഒരു സഖാവിൻ്റെ വായിൽ നിന്ന് വരുന്ന കമൻസ് അല്ല ഈ കാണുന്ന നിങ്ങൾ, കൂലിത്തൊഴിലാളികളിൽ നിന്ന് വരുന്ന കമൻസാണ്. അതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനൊരു കമൻറ്റ് മൈൻഡ് ചെയ്യാത്തത്. ശരിക്കൊരു കമൻറ്റ് ബോക്സ് തന്നെ പറയുന്നതിനൊപ്പം തന്നെ ഒരു ഓപ്പൺ ഡിബേറ്റിന്, ഒരു സംവാദത്തിന് വി.ഡി. സതീശനും പിണറായി വിജയനും തമ്മിൽ വന്നിരുന്നു. അപ്പോൾ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഫേസ്ബുക്കിൽ തുടർന്നാൽ മതി എന്നുള്ള ഇതിലേക്ക് വന്നു. എന്തുകൊണ്ടായിരിക്കും ഒഴിഞ്ഞു മാറിയെന്ന് ചിന്തിക്കുന്നത്? അല്ല, ഒഴിഞ്ഞു മാറിയത് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ല. ഞാൻ ഈ ബേപ്പൂരിൽ വന്നിറങ്ങി 10 ദിവസം കഴിഞ്ഞപ്പോൾ മുഹമ്മദ് റിയാസിനെ ഈ മുഖാമുഖത്തിന് ഞാൻ ക്ഷണിച്ചാൽ ഇപ്പോഴും ക്ഷണിക്കാണല്ലോ. നമുക്ക് ബേപ്പൂർ അങ്ങാടിയിൽ 2 മേശയിട്ട് അപ്പുറത്തിരുന്ന് സംസാരിക്കാം. താങ്കൾക്ക് താങ്കളുടെ എഞ്ചിനീയർമാരെയും താങ്കളുടെ സോഫ്റ്റ്വെയറും താങ്കളുടെ IT ടീമും താങ്കളുടെ മന്ദിരത്തിലെ സ്റ്റാഫിനെ എല്ലാം കൊണ്ടുപോവാം. ഞാൻ ഒറ്റയ്ക്ക് മതി ഇപ്പുറത്തിരിക്കാം. നമുക്കൊരു കമ്പാരിസൺ നടത്താം നിലമ്പൂരും ബേപ്പൂരും തമ്മിൽ. എന്നിട്ടില്ലല്ലോ ഇതുവരെ. ഇല്ല, ഓപ്പണായിട്ട് സംവാദത്തിന് വിളിച്ചിരുന്നു. ഓപ്പണായിട്ട് മറുപടി ഒരു മറുപടി ഇപ്പോൾ അത് ആവശ്യമായ യഥാർത്ഥത്തിൽ അക്കോർഡിംഗ് ടു മീ. ഇദ്ദേഹം മാത്രമായിട്ടല്ല പറയുന്നത്. ഇവിടെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദം, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻഷിപ്പിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ അങ്ങനെ സംവാദം നടക്കുന്നുണ്ടല്ലോ. ജനാധിപത്യത്തിലൊരു ആവശ്യമാണ്. ഞാൻ അതും പറഞ്ഞു. ആ രീതിയിൽ എങ്ങനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇത് കാണൂ. താങ്കൾ വരും, നമ്മളൊന്ന് സംസാരിക്കാൻ. നോവേ ഇല്ല, ആ വഴിക്ക് വന്നിട്ടില്ല, പോയ വഴി കണ്ടിട്ടില്ല. സാധാരണ ഇലക്ഷൻ്റെ സമയത്ത് ആരോപണങ്ങളുണ്ടാവും. പക്ഷേ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ആരോപണത്തിന്, കള്ളപ്പണമായ കേസുമായി ബന്ധപ്പെട്ട് ക്ലീൻ ചീറ്റ് കിട്ടുക ചെയ്തത്. അപ്പോൾ എത്രത്തോളം അത് ഇലക്ഷനെ അത് ഗുണം ചെയ്യും? അല്ല, അത് ഇലക്ഷൻ എത്രത്തോളം ഗുണം ചെയ്യും, അത് ആശ്വാസകരമാണ്. ഇലക്ഷനിലൊന്നും അങ്ങനെ ഒരു കേസുണ്ടെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന വാർത്തകളും കേസുകളുടെയും സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ പേരിൽ ഇവർ കൊടുത്തപ്പോൾ 28 കേസ് എന്തോ ഉണ്ട്. ഞാൻ രാജിവെച്ച് വരുമ്പോൾ എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിരുന്നില്ല. 12-14 ക്രിമിനൽ കേസുണ്ട്, 10-16 മാനനഷ്ട കേസുകളുണ്ട്, സിവിൽ കേസുകളുണ്ട്. ഇതൊക്കെ ഇതിലുണ്ടല്ലോ. അപ്പം അതൊക്കെ നിൽക്കുമ്പോഴും ജനങ്ങൾക്ക് ഇതെല്ലാം അങ്ങനെ എന്താ പറയുക, വാർത്തകൾ വന്ന് കേസ് വന്ന് കോടതിയിലെ കാര്യങ്ങളെത്തുമ്പം നിജസ്ഥിതി വ്യക്തമാകും. അൻവർ കുറ്റക്കാരനല്ല എന്ന് പറയും, അതങ്ങോട്ട് നീക്കി വെക്കും. ഈ പ്രചരണത്തിൽ താരമായിട്ട് മാറുന്ന ഒരാളുണ്ട് UDFിൻ്റെ ഭാഗത്തു നിന്ന്, ഷാഫി പറമ്പിലാണ്. ഇപ്പം മത്സരിക്കുന്നില്ലെങ്കിലും മത്സരരംഗത്തില്ലെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുമ്പോൾ അവിടെ എല്ലാം വലിയൊരു ക്രൗഡ് രൂപപ്പെടുന്നുണ്ട്. അപ്പം LDFിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല താനും. ഈ ഒരു ഷാഫി തരംഗം എങ്ങനെ നോക്കി കാണുന്നത്? അത് ഷാഫി തരംഗം എന്ന് പറയുന്ന യുവാക്കളെ നന്നായിട്ട് ഷാഫിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് യൂത്തിന്. ആ നിലക്ക് യൂത്തിൽ വലിയൊരു അട്രാക്ഷൻ ഷാഫിക്ക് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെപ്പോഴും കോൺഗ്രസിനും UDFിനും ഗുണകരമായിട്ടേ ഉള്ളൂ. ബേപ്പൂരിൽ അദ്ദേഹം വരാമെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിൽ ആ ചോദ്യത്തിലോട്ടാണ് വരണേ. ബേപ്പൂരിലോട്ട് എപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റും? ഈ ആഴ്ച ഉണ്ടാവും. യുവാക്കളുടെ കേസ് പറഞ്ഞപ്പോഴാണ് കുറേയും കൂടെയും യുവാക്കളെ, ഈ പുതിയ തലമുറയെ രാഷ്ട്രീയത്തിലോട്ട് അവരെ കൊണ്ടെത്തിക്കാൻ എന്താണ് ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ കുറേ കൂടെ താങ്കളുടെ ദീർഘവീക്ഷണത്തിൽ യുവാക്കൾ കുറേ കൂടി രാഷ്ട്രീയത്തിലോട്ട് വരാൻ എന്ത് വേണമെന്നാണ് ചിന്തിക്കുന്നത്? മാതൃകാപരമാക്കാൻ അത് ഒരു വലിയ സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് പറയാൻ കഴിയില്ല. ഇവിടെ ഇപ്പം നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം, ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്തായിരുന്നു? ഇപ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ലൈഫ് ഭയങ്കര സ്പീഡായി, വളരെ സ്മൂത്തായി, ഇതൊക്കെ വസ്തുതയാണ്. പക്ഷേ അതിൽ വേറൊരു മൂല്യച്യുതിയിൽ നടന്നു പോകുന്നുണ്ട്. നമ്മുടെ പൊതുസമൂഹം മുമ്പത്തെ പോലെ അല്ലല്ലോ. കാരണം അവിടെ കൺമുമ്പിൽ എന്താ പറയുക, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും മുന്നിൽ വരികയാണ്. അപ്പം മനുഷ്യ സഹജമായി മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളെ നേരിട്ട് അനുഭവിച്ചറിയുമ്പോഴാണ് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക. ആ എക്സ്പീരിയൻസ് കുറഞ്ഞ് നമ്മളെ സമൂഹം മുന്നോട്ട് പോകണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. ലോകത്ത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇൻ്റർനെറ്റ് ഏറ്റവും ചീപ്പായ രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇൻ്റർനെറ്റ് ചീപ്പായത്? അതിൻ്റെ പിന്നിൽ ഒരു
വേറെ കാര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വളർന്നുണ്ട് ഒരു 30 രൂപ കൊടുത്താൽ നമുക്ക് ഇന്നൊരു ചായ പോലും കിട്ടില്ല. പക്ഷേ 30 രൂപ ₹1 ഉണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. ഇത്രയും ചീപ്പാക്കി ഇത് വെച്ചിരിക്കുന്നത് എല്ലാവരും ഇതിൻ്റെ മുന്നിലാണ്. ഇപ്പുറത്തും അപ്പുറത്തും നടക്കുന്നതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. വളർന്നു വരുന്ന യുവ സമൂഹത്തിന് ലോകത്തുള്ള വിവരങ്ങളെക്കുറിച്ചും ലോകത്തെ എൻ്റർടൈൻമെൻറ്റുകളും നാട്ടിൽ നടക്കുന്ന എൻ്റർടൈൻമെൻറ്റുകളുമാണ് ആളുകൾ കൂടുതൽ യുവാക്കൾ അതിലേക്ക് അങ്ങനെ എന്താ പറയുക നീങ്ങി പോവുകയാണ്. അപ്പോൾ നമുക്ക് ആര് ഭരിക്കണം, ഇവിടെ പ്രധാനമന്ത്രി ആരാ, ഇവിടുത്തെ രാഷ്ട്രീയം എന്താ? നിങ്ങളിപ്പോൾ ഒന്ന് ചോദിച്ചു നോക്ക്, കോളേജിലൊക്കെ പോയി ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഞാൻ സംബന്ധിച്ച ചില കുട്ടികൾ ഡിഗ്രിക്ക് പഠിക്കുക, അവിടെ ഏതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചാൽ അസംബ്ലിയാണോ, പാർലമെൻറ്റാണോ, അവർക്കതൊരു വിഷയമല്ല, അതായി മാറുന്നു. വിഷയമല്ലാത്തത് വലിയ വിഷയമാണ് കേട്ടോ. വിഷയമല്ലാത്തതൊരു വിഷയമാണ്. വിഷയമല്ലാത്തത് വലിയ വിഷയം. എന്ത് മുൻകരുതലെടുക്കും? അതായത് പ്രത്യേകിച്ച് മുൻപ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ച് ഭയങ്കര വാദപരത സംസാരിക്കുകയും സജീവമായിട്ട് രാഷ്ട്രീയത്തിലോട്ട് വരുന്ന ഒരു സമയത്തിൽ നിന്ന് മാറി. അപ്പം ഇതൊരു വിഷയമേ അല്ല എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഗൗരവമായിട്ട് മാറുന്നത് കൊണ്ടാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും അവരെ ബോധവൽക്കരിക്കണം, നന്നായിട്ട് ബോധവൽക്കരിക്കണം. ഞാൻ ഏത് സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഞാൻ അവിടെ കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ആദ്യ ചോദ്യം, പത്രം വായിച്ചവരാരാ മക്കളെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരാൾ പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരാളൊക്കെ അങ്ങനെ ചെറിയ കൈയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണിക്കും. ടീച്ചേഴ്സിനോട് ചോദിക്കും. അതായത് അവരുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് പോലും അറിയാത്ത വിദ്യാർത്ഥികളാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് സത്യം. പത്രം വായിക്കില്ല, ടീച്ചേഴ്സും വായിക്കുന്നില്ല. പിന്നെ ഇവർക്ക് എങ്ങനെ ജനറൽ നോളജ് ഉണ്ടാവുക? എല്ലാം അവനവനാവശ്യമായ കാര്യങ്ങൾ മാത്രം പഠിക്കുന്ന ഒരു കാലത്തേക്ക് ഒതുങ്ങിപ്പോയി. ആ ഒതുക്കം വലിയ അപകടകരമായ അവസ്ഥയിൽ പോകും. അത് രാജഭരണമാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കതിലൊന്നും ചെയ്യാനില്ലല്ലോ. പക്ഷേ ജനാധിപത്യത്തിൽ അത് വെരി ടു ഡേഞ്ചറസ്. അതാണ് ഇവിടെ നടക്കുന്നത്. അതിന് ബോധവൽക്കരണം തന്നെ നടത്തണം. എപ്പോഴും നമ്മൾ ഈ വികസനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡ് പറയും, ഹോസ്പിറ്റൽ പറയും, സ്കൂൾ പറയും. ഇതൊക്കെ നമ്മൾ എല്ലാ കാലവും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിന് അപ്പുറത്തേക്ക് ഒരുപാട് എപ്പോഴും പറയാറുണ്ടൊരു സ്പോർട്സ് ആണെങ്കിലും ഇപ്പോൾ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും നമ്മൾ എവിടെ നിൽക്കുന്നതിന് ഒരു പരിമിതിയായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവരെ എപ്പോഴെങ്കിലുമൊക്കെ അംഗീകരിക്കപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും ഇവരുടെ ഇവരെ ഒരു വിജയത്തിലെത്തുന്ന ഒരു പോയിന്റിലായിരിക്കും. ശരിക്കും എന്തുകൊണ്ടാണ് ആളുകളും കാൻഡിഡേറ്റ്സും ഈ ഒരു മേഖലയെക്കുറിച്ച് പറയാനും ഇവിടേക്ക് ഇവർക്ക് വേണ്ട ഒരു പുരോഗമനവും മാറ്റങ്ങളും കൊണ്ടുവരാൻ ഒരു ശ്രമം എല്ലാവരും നിന്നുണ്ടാവത്തെന്നുണ്ടായിരുന്നു? സ്വാഭാവികമായിട്ടും ആ ഏരിയയിലൊക്കെ നമ്മൾ നന്നായിട്ട് ഇടപെടേണ്ടതാണ്. നിലമ്പൂരിൽ നിങ്ങൾക്ക് പോയാൽ കാണാം 27 കോടി രൂപ മുടക്കിയ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള ഇൻ്റർനാഷണൽ നല്ല സ്റ്റേഡിയം നമ്മളവിടെ പണിത് വെച്ചിട്ടുണ്ട്. പരമാവധി സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള സ്പോർട്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അത് ഇടപെടലിൻ്റെ കുറവും ബോധവൽക്കരണത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ കാഴ്ചപ്പാടുകൾ മാറണം. ആ കാഴ്ചപ്പാടുകൾ മാറ്റാനുള്ള നടപടികൾ എന്താ പറയുക, രാഷ്ട്രീയക്കാർ മാത്രമല്ല, യൂത്ത് അതിൽ ഇടപെടണം. ജൻസി ഉണ്ടല്ലോ, ജൻസി ഇടപെട്ട് അവരുടെ ആവശ്യങ്ങളായിട്ട് അവർ മുന്നോട്ട് വരണം. അവർ ഒരു സമരം നടത്താനോ ഒരു സാക്രിഫൈസ് ചെയ്യാനോ തയ്യാറാവാതെ അവർ മാറി മാറി പോകുമ്പോൾ എന്താണ്, അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഭരണകർത്താക്കളാണ് വരുന്നത്. അവരിങ്ങോട്ട് വരാതിരിക്കലാണ് ആവശ്യം. അവർക്ക് ഇതിൽ റോളിങ്ങിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുക. അപ്പോൾ അവരെ തിരിച്ചു വിടാനുള്ള എന്താ പറയുക, സംഗീതവും പാട്ടൊക്കെ ആയിട്ട് അവരെ തിരിച്ചു വിടും. അത് ജൻസി അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. അത് നമ്മൾ കുട്ടികളെ അവെയർ ആക്കണം. നമ്മൾ ഈ ജൻസി മൂഡിലോട്ടൊക്കെ പിടിക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആവും, സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും പോസ്റ്റുകളും കാണാൻ ശ്രമിക്കാറുണ്ടോ? ഞാനിതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, സോഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഞാനിപ്പം സത്യത്തിൽ ഈ യൂത്തിനെ ജൻസിയെ എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു മുമ്പ്. ഓക്കെ. പക്ഷെ ആ ഗ്യാപ്പിൽ അല്ല, ഈ പൊതുവേ കാണുമ്പോൾ കുറച്ച് ഗൗരവമുള്ള ആളാണ്, കുറച്ച് അപ്പോൾ എൽഡറായിട്ടുള്ള പെട്ടെന്ന് ഇപ്പം സ്വാഭാവികമായിട്ട് MLA ബ്രോ എന്നൊക്കെ വിളി വരുന്നൊരു യുഗത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഗൗരവം മാറ്റി കുറച്ച് അടുത്തിടപഴകാനുള്ളൊരു ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? അതിൽ ഇപ്പോൾ നമ്മുടെ 2019 പ്രളയം, 18 കേരളത്തിൽ മൊത്തം പ്രളയം, 19 കവളപ്പാറ ഇഷ്യൂസൊക്കെ ഉണ്ടായി. അന്ന് സത്യത്തിൽ എന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നെ സഹായിച്ചത്, എൻ്റെ ശക്തി തന്നെ ഇവിടെ ഈ ജൻസിയായിരുന്നു. ഇഷ്ടം പോലെ പിള്ളേർ ഈ നാട്ടുമ്പുറത്തിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. നമ്മളിവരെങ്ങനെ അന്ന് കാണുമ്പോൾ വലിയ മുടിയൊക്കെ നീട്ടി മറ്റേ റിബണൊക്കെ കെട്ടി കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് രാത്രിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്താ ഈ മക്കളൊക്കെ എന്നാ ശരിയാവുമെന്ന് മനസ്സോടെ മുൻവിധിയായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ആ ദുരന്തത്തിൽ ഇവർ എടുത്ത ഒരു റിസ്ക് എനിക്ക് എൻ്റെ കൺസെപ്റ്റ് തന്നെ മാറിപ്പോയി. ജെൻസിൻ്റെ ഒരു ഫാനാണ് ആ കാര്യത്തിൽ. അങ്ങനെ ഒരുപാട് പിള്ളേരുണ്ട്, ഒരു തർക്കമില്ല. പക്ഷെ അവരെ നല്ല രീതിയിലേക്ക് നയിച്ച് അവരെ സൊസൈറ്റിയുമായി ഇൻവോൾവ് ചെയ്യത്ത തരത്തിലുള്ള പാലങ്ങൾ പണിയേണ്ടത് രാഷ്ട്രീയക്കാരാണ്. ഞാനതിന് ശ്രമിച്ചിട്ടുണ്ട് നിലമ്പൂർ. ഈ ഞാൻ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്നുള്ള വാക്ക് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, എങ്കിലും
താങ്കൾ MLA ആകുമ്പോൾ അടുത്തൊരു വർഷത്തേക്ക് ബേപ്പൂരിലെ കൊണ്ടുവരുന്ന ഒരു 5 മാറ്റങ്ങളെ വളരെ ചുരുക്കമായി പറയാൻ പറഞ്ഞാൽ എന്തായാലും? അതിൽ ബേസിക്കായിട്ട് ബേപ്പൂരിൽ വരേണ്ടത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെയാണ്. അതില്ലാതെ മുന്നോട്ട് പോകില്ല. അതിൽ ഏറ്റവും ചാൻസ് ഉള്ള ഒന്ന് മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. കടലും കപ്പലും എല്ലാം അവിടെ ഉണ്ട്. പിന്നെ രണ്ട് മറൈൻ, എൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് തന്നെ മറൈൻ ആംബുലൻസിന്റെ അവസ്ഥ എന്താ ഇവിടെ? വളരെ പരിതാപകരമാണ്, ആലോചിക്കേ വേണ്ട. അപ്പോൾ മറൈൻ എഞ്ചിനീയറിംഗും ഫിഷറീസ് കോളേജും ഭയങ്കരമായ സാധ്യതയുണ്ട്. അപ്പോൾ മറൈനും ഫിഷറീസുമായി കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ ഓഷ്യാനോളജിയൊക്കെ പോലെയുള്ള അതിൻ്റെ എക്സ്പേർട്സുമായിട്ട് ഇരുന്നിട്ട് ആ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് തൊഴിൽ കിട്ടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും നന്നായിട്ട് ഇടപെടണം. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാർട്ടപ്സ്, അതിനും ഒരുപാട് സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് മേജർ. പിന്നെ നോർമൽ കേസിലുള്ള ഹെൽത്ത് ഇഷ്യൂവും എഡ്യൂക്കേഷൻ ഇഷ്യൂസും ജനറലി ഉള്ളതാണ്. അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ബേപ്പൂരിൻ്റെ ഹെൽത്ത് ക്ലിനിക് ആണെങ്കിൽ പോലും കുറേ ഒരു ഡേ കെയർ ആണ്. അപ്പോൾ അവിടെ ഒരു അഡ്മിഷൻ എന്നുള്ള രീതിയിലേക്കോ അല്ലെങ്കിൽ അവിടെ ഒരു കിടന്ന് ചികിത്സിക്കുക എന്നുള്ള രീതിയിലേക്ക് കുറേ നാൾ അതൊന്നും ഇല്ലല്ലോ. ഒരു സബ് സെൻ്ററുകൾ പൂട്ടിക്കിടക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഹെൽത്ത് സെൻ്റർക്ക് അങ്ങേയറ്റം പരിതാപം. 0 എന്ന് തുടങ്ങണം സത്യം പറയാം. 0-ൽ നിന്ന് ഹെൽത്തൊക്കെ അത് നമ്മൾ തുടങ്ങും, പരിഹാരം ഉണ്ടാക്കും. ഗവൺമെൻറ് മാത്രമല്ല, ഇവിടെ ഒരുപാട് CSR സംവിധാനങ്ങൾ സഹായം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കമ്പനീസും വ്യക്തികളും നല്ല മനസ്സുള്ള മനുഷ്യന്മാരുണ്ട്. ഒരു വ്യക്തി തന്നെ കോർപ്പറേറ്റായ തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുണ്ട്. അവരൊക്കെ ഇത്തരത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള ആളുകളാണ്. അവരൊക്കെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളിൽ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട് നിലമ്പൂരിലൊക്കെ ഡെവലപ്മെൻറ്റിൽ. ഇയാളുടെ UDF രാഷ്ട്രീയം പറയാൻ്റെ ഇടയ്ക്ക് ഈ ഒരു ചോദ്യം വിട്ടുപോകാനാവില്ല. 2026 NDAയുടെ സാധ്യതകൾ എങ്ങനെയാണ്? പാത്തറ്റിക് ആണ് കേരളത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, ഈ ശബരിമല ഇഷ്യൂ അവരെ തിരിച്ചടിക്കും. കാരണം അവരെന്തുദ്ദേശിച്ചിട്ടാണോ അത് ചെയ്തത്, അതിപ്പോൾ ഈ പറയുന്ന CPM BJP ലീഡർഷിപ്പ് ചില സ്ഥലങ്ങളിൽ ചില അണ്ടർസ്റ്റാൻഡിങ്ങുകളുണ്ട്. ഇറ്റ്സ് വെരി ക്ലിയർ, നമുക്കറിയാം. പക്ഷേ വിശ്വാസി സമൂഹം അതിനോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറ്റ് വിൽ ബി പാത്തറ്റിക്. നിയമത്തിൽ രാജഗോപാൽ നേടിയ സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് നേടാനായില്ല. ഇപ്രാവശ്യം അക്കൗണ്ട് തുറക്കാൻ, നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാനാവില്ല എന്ന് തന്നെയാണ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നത് പറയാൻ കഴിയില്ല. അവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്. സ്റ്റേറ്റ് മൊത്തം എടുത്താൽ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെടുത്താൽ അവർ ദേ വിൽ ബി ഫാർ ബിഹൈൻഡ്. എത്ര മണ്ഡലങ്ങളിൽ അവർക്ക് സാധ്യതയുണ്ട്? ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നടക്കുന്ന ആ ഗെയിമിലപ്പുറം വേറെ ഒരു സാധ്യതയില്ല. ഇല്ല. പാലക്കാട് ആണെങ്കിൽ പോലും ഒരു രക്ഷയില്ല. ഇല്ല. അത് വട്ടിയൂർക്കാവും നിയമം തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അവിടെ നടക്കുന്ന CPM BJP അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ അന്തർധാര ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതെ, അതിലപ്പുറമുള്ള ഒരു സാധ്യതയും കേരളത്തിൽ ഞാൻ വേറെ എവിടെയും BJP സംബന്ധിച്ച് ഞാൻ കാണുന്നില്ല. തലസ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കുള്ളൂ. അതിനൊപ്പം ചേർത്ത് വെക്കുന്നതായിരുന്നു ഈ പറഞ്ഞ ഒരു പാലക്കാടും, അവിടെയും ഇല്ല. 75 ശേഷം ഏറ്റവും കൂടുതൽ ഒരു ആശ്വാസം കിട്ടിയത് 2011 എളവര കരീബ് നിന്നപ്പോൾ 5000 വോട്ടിലേക്ക് ചുരുങ്ങി എന്നുള്ളതായിരുന്നു. സാർ, നമ്മൾ വിജയിക്കുമ്പോഴാണ് സന്തോഷം പറയുന്നത്. ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് പറയുന്ന ഒരു സന്തോഷവും ആശ്വാസമായി മാറിയൊരു സമയമായിരുന്നു. അതിനുശേഷം പിന്നെ ഉണ്ടായിട്ടില്ല. 26 അതിൽ വിജയത്തിൽ കുറഞ്ഞ ഒന്നും ചിന്തിക്കാതിരിക്കുമ്പോഴും ഞാൻ ചോദിക്കുകയാണ്, എത്ര വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരിക്കും? ഭൂരിപക്ഷത്തെ കുറിച്ച് ഞാൻ പ്രധാനമായി പറയാൻ, അതിപ്പോൾ ഇനിയും ഒരാഴ്ചയും കൂടി 10 ദിവസം കൂടി ഇലക്ഷൻ ഉണ്ടല്ലോ, 8 ദിവസമുണ്ട്. അതങ്ങനെ കയറി വരും. വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല? ഒന്നുമില്ല, 100%. അത് മുഹമ്മദ് റിയാസ് പറയുന്ന പോലെയില്ല. ഞങ്ങൾ 100% കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും വോട്ട് കിട്ടുമെന്ന് പറയുകയും 500,000 വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അപരന്മാരെ വെച്ചിട്ട് അങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ കള്ളത്തരല്ല ഞാൻ പറയുന്നത്. എൻ്റെ കോൺഫിഡൻസ് ആണ്. ഞാൻ 3 മാസമായി ഈ മണ്ഡലത്തിൽ. എനിക്ക് തോന്നുന്നു 1,00,000-ഓളം ആളുകളുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തു. ഒരു 19,000 ആളുകളെ ഞാൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ടുണ്ടാവും. ഈ പറയുന്ന 1,00,000 ആളുകളിൽ 3/4 ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരിൽ എനിക്ക് കടുത്ത പ്രതീക്ഷയുണ്ട്. അവരെനിക്ക് തരുന്ന കൈ അങ്ങനത്തെ എന്താ പറയുക, അത്രയും ഉറച്ചൊരു കൈയാണ്. നോ ഡൗട്ട്. നിലമ്പൂരിലെ ആ സ്നേഹത്തോടെയുള്ള അമ്പുക്കവിളി ബേപ്പുകാരും വിളിച്ചു തുടങ്ങിയോ? തീർച്ചയായിട്ടും. നിലമ്പൂരിനേക്കാളും വീടി ജാസ്തിയാണ് ഇവിടെ കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ആ തിരഞ്ഞെടുപ്പ് ഫലത്തിലും സംഭവിക്കട്ടെ. ഒരു പക്ഷേ അത്രയും ഉരുക്ക് കോട്ടയായിട്ട് മാറിയതിൽ മാറ്റമുണ്ടാവും എന്നുള്ള രീതിയിലേക്ക്, അത് മാറും ബേപ്പൂര് അൻവർക്കയുടെ ഒപ്പം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാണാൻ പറ്റുന്നു. അപ്പം ആ മാറ്റം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ കൂടെ ഫലിക്കട്ടെ. അപ്പോൾ ഉറച്ച വിശ്വാസത്തിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Inji, my meal partner.